بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما. السلام عليكم ورحمة الله وبركاته. أيوة. وعليكم السلام. السلام ورحمة الله وبركاته. عليكم السلام ورحمة الله وبركاته. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാട്ടോ. മൈക്ക് മ്യൂട്ടാണ് നോക്കാം. പ്രത്യേകിച്ച് വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. വീഡിയോ ചിലവരിത് അറിയാതെ ഓപ്പൺ ആയി പോകുന്നുണ്ട്, ശ്രദ്ധിക്കാൻ ഇൻഷാ അല്ലാ. ഇപ്പം എൻ്റെ പേര് നൂറ ഗാലിബ്. ഞാനിവിടെ കുവൈത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ കുവൈത്തിൽ മിനിസ്ട്രിയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അൽഹംദുലില്ലാ. ഇപ്പം ഇങ്ങനെ ഇതൊരു പാഷനാണ്, ഖുർആനെ കുറിച്ച് പഠിക്കലും തജ്വീദിൻ്റെതും ഇതൊക്കെ ആയിട്ട് പാഷനായിട്ടാണ് പഠിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖായിദ നൂറാനിയന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. അപ്പം ഖായിദ നൂറാനിയ ഒരുപാട് പേര് പഠിച്ച കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും എന്താണ് ഇതിന് പ്രത്യേകമായിട്ടുള്ളത്? അതായത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ, ഒരു തുടക്കക്കാരനായി നമ്മൾ പഠിക്കുമ്പം ഖായിദ നൂറാനിയയിൽ തുടങ്ങുന്നതാണ് നമ്മൾ എപ്പോഴും ഉത്തമം. അതാണ് അപ്പൊ എന്തുകൊണ്ടാണെന്ന രീതി, അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഒരു പരിചയം നമുക്ക്, എന്താണ് ഖായിദ നൂറാനിയ? ഖായിദ നൂറാനിയ എന്നത് ഒരു അറബി ഭാഷയും അതുപോലെ തന്നെ ഖുർആൻ പാരായണം പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന പുസ്തകമാണ് അല്ലെ. പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ബുക്കാണ്. ഒരുപാടുണ്ട്. നിങ്ങളിപ്പം ഖായിദ നൂറാനിയ പോലെ തന്നെ വേറെയും ഖായിദകൾ ഉണ്ടല്ലേ. നമ്മളിപ്പം ചില മദ്രസകളിൽ ദീനിയാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഖായിദ അവിടെ പഠിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ നൂറുൽ ബയാന്, ഫത്ഹുർ റഹ്മാന് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഖായിദ ഉണ്ട്. ഖായിദത്തുൽ മദനിയ ഉണ്ട്. അവർക്ക് പഠിപ്പിക്കുന്ന വ്യത്യസ്ത രീതികളാണ്. പക്ഷെ അടിസ്ഥാനപരമായി അവർ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഖുർആന് എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റുക, എങ്ങനെയാണ് അക്ഷരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റുക എന്നതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതാണ്. പക്ഷെ ഓരോരുത്തരുടെ അവതരണ ശൈലി വ്യത്യാസമായിരിക്കും എന്നുള്ളത്. അതായത് ബുക്ക് ചിലവർ വളരെ സിമ്പിൾ ആയ രൂപത്തിൽ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കും, ചിലവർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം എല്ലാം എന്താണ്, അടിസ്ഥാനപരമായി ഖുർആൻ എങ്ങനെയാണ് നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ ഒരു അറബിക് ബുക്ക് നമ്മൾ എങ്ങനെയാണ് നല്ല രീതിയിൽ വായിക്കുക, അതാണ് പല കിതാബുകളുടെ ഉദ്ദേശം. പക്ഷെ ഇവിടെ ഖായിദ നൂറാനിയയിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ കൂടുതലും ഖുർആൻ സംബന്ധമായിട്ട് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം അറബി വാക്കുകളുടെ ഉച്ചാരണം പിന്നെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിതാബ് എഴുതിയത്. അത് 4 വയസ്സുള്ള കുട്ടികൾ മുതൽ വരെ വായിക്കാൻ പറ്റും എന്നാണ് പണ്ഡിതർ പറയുന്നത്. അപ്പം 4 വയസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ പ്രായമാണ് അല്ലെ. അത് നമ്മളിപ്പോ LKG-യിലും UKG-യിലൊക്കെ പോകുന്ന കുട്ടികള് ഏകദേശം ആ ഒരു പ്രായമാണ്. അപ്പം ആ ഒരു വയസ്സുള്ള കുട്ടികൾക്ക് വരെ പഠിക്കാൻ പറ്റുന്ന വളരെ എളുപ്പ രൂപത്തിലുള്ള ഒരു പുസ്തകമാണ് ഖായിദ നൂറാനിയ. അതേപോലെ തന്നെ ഇനിയിപ്പോ ഒരു അറബി അല്ലാത്ത, അതായത് അറബി ഭാഷ അറിയാത്ത അറബി ഭാഷ അറിയാത്ത ആൾക്കാർ നമ്മൾ അജം എന്നാണ് വിളിക്കുക അല്ലെ. അറബുണ്ട്, അജമുണ്ട്. അജം എന്ന് പറഞ്ഞാൽ എന്താണ്? അറബല്ലാത്ത നോൺ അറബായ ആൾക്കാരാണ് നമ്മൾ അജം എന്ന് അറിയാം. അപ്പൊ അജമായ ആൾക്കാര്, അതുപോലെ തന്നെ നമ്മളിപ്പം പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളാണെന്ന് വിചാരിക്കുക. അതായത് ഖുർആനോ അറബിക്കോ ഒന്നും വായിക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് നമ്മളിപ്പോ അവരെ സഹായിക്കാന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്? ഖായിദ നൂറാനിയിലാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഖായിദ നൂറാനിയ എന്ന് പറയുമ്പോൾ വെറും ഖായിദ നൂറാനിയ തന്നെയല്ല. ഞാൻ പറഞ്ഞില്ല, പല കിതാബുകളുണ്ട്. എന്താണ് നൂറുൽ ബയാൻ എന്ന് പറഞ്ഞതുണ്ട്, പിന്നെ ഖായിദത്തുൽ മദനിയ ഉണ്ട്, പല കിതാബുകളുണ്ട്. പക്ഷെ ഒരു സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കിതാബാണ് ഖായിദ നൂറാനിയ. അപ്പം ആരാണ് സ്ഥാപകന്? നമ്മൾ വിചാരിക്കുന്ന ഈ ഖായിദ നൂറാനിയ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഏതോ ഒരു അറബി ആളായിരിക്കും, അറബി ഷെയ്ഖായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കൂലേ. പക്ഷെ എന്താണ്, അദ്ദേഹം നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഷെയ്ഖാണ്. പഞ്ചാബിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് അത് തിരിച്ചറിയാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഒരു അറബല്ലാത്ത ഒരാൾക്ക് പിന്നെ ഇങ്ങനത്തെ എന്താണ് അറബി പഠിക്കുക, ഖുർആൻ പഠിക്കുക എന്ന് പറയുമ്പോൾ, വായിക്കാന്ന് പറയുമ്പോൾ അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്കറിയാം എത്ര സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞു കൊടുത്താലേ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ്, നൂർ മുഹമ്മദ് അൽ ഹാഖാനി എന്നാണ്, ഷെയ്ഖ് നൂർ മുഹമ്മദ് അൽ ഹാഖാനി. അപ്പൊ അദ്ദേഹമാണ് ഈ കിതാബ് എഴുതിയത്. ഇന്ത്യയിലെ പഞ്ചാബ് എന്ന സംസ്ഥാനത്താണ്. പിന്നെ ഇതിന്റെ ഹിജ്രി വർഷം നമ്മൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ജനിച്ച സമയവും അതുപോലെ തന്നെ എപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടതും അതിന്റെ ഒരു ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ പ്രാധാന്യം എന്താണ്? അതായത് നമ്മൾ ഈ ഖായിദ നൂറാനിയ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ മഹാരിജ്, അതുപോലെ തന്നെ എന്താണ് മഹാരിജ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്ഭവസ്ഥാനം, ഒരു അക്ഷരത്തിന്റെ ഉത്ഭവസ്ഥാനം നമ്മൾ പഠിക്കുന്നു അല്ലെ. ശരിയായി എങ്ങനെയാണ് നമ്മൾ അത് ഉച്ചരിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കുന്നു. പിന്നെ ചേർത്ത് വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ ഹർക്കത്തുകൾ നമ്മൾ പഠിക്കുന്നു. ഹർക്കത്തുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ സ്വരങ്ങളുണ്ട്, ദീർഘസ്വരങ്ങളുണ്ട്, അതും നമ്മൾ പഠിക്കുന്നു. പിന്നെ കുട്ടികൾക്കും അറബി അറിയാത്ത ആൾക്കാർക്കൊക്കെ പഠിക്കാൻ എളുപ്പമായ ഒരു കിതാബാണ് ഖായിദ നൂറാനിയ. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഖായിദ നൂറാനിയയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതില് ഏകദേശം 17 പിന്നെ ബാബുകളാണ് ഇതിലുള്ളത്, 17 ദർസുകളാണ് ഇതിലുള്ളത്. അതിന്റെ ഓരോ ദർസിലും എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് ഇവിടെ ചെറിയ ഒരു എന്താണ് പോയിന്റ് വൈസ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. കുറച്ച് സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, എന്നാലും ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ എന്താണ്, ഹുറൂഫുൽ ഹിജാഇൽ മുഫ്രദ എന്നാണ് ആദ്യത്തെ ദർസുള്ളത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 29 അക്ഷരങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് അല്ലെ. ഷെയ്ഫ് നമുക്ക്, കാരണം നമുക്ക് എന്തായാലും ആദ്യം നമ്മൾ പിന്നെ വായിക്കാൻ തുടങ്ങുമ്പോൾ അക്ഷരങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മളിപ്പം കിൻഡർ ഗാർഡനിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന എന്താണ്, ABCD എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങും അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഖുർആന് പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, അക്ഷരങ്ങൾ എങ്ങനെയാണെന്നാണ്. അപ്പം ആദ്യത്തെ ബാബില് അദ്ദേഹം അക്ഷരങ്ങളുടെ രൂപം, അതുപോലെ തന്നെ അതിന്റെ പേരാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അലിഫ്, ബ, ത, അതാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. അപ്പം ഓരോന്നിന്റെ രൂപം എങ്ങനെയാണ്, ഓരോ അക്ഷരത്തെ നമ്മൾ തിരിച്ചറിയുന്നത്, അതിന്റെ രൂപം എന്താണ്, അതേപോലെ തന്നെ അതിന്റെ ശബ്ദം എങ്ങനെയാണ്, അതാണ് നമ്മൾ ഫസ്റ്റ് ബാബിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ സെക്കൻഡിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഹുറൂഫുൽ ഹിജാഇൽ മുറക്കബ, അതായത് വാക്കുകൾ നമ്മൾ എങ്ങനെയാണ് ഒന്നും കൂടിയും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാ വായിക്കുക, അതാണ് അവിടെ വരുന്നത്. അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞാല് അതിന്റെ ഓരോ പേജുകളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു വിടാം. ഇൻഷാ അല്ലാഹ് അത് ലാസ്റ്റ് നമുക്ക് ചെയ്യാം. പിന്നെ വരുന്നത് ഹുറൂഫുൽ മുഖത്താഅത്ത്. ഹുറൂഫുൽ മുഖത്താ എന്താണ് നമുക്കറിയാം, ചില സൂറത്തുകളുടെ തുടക്കത്തിൽ പ്രത്യേകമായി വരുന്ന ചില വാക്കുകൾ, ചില അക്ഷരങ്ങളുണ്ട്. അവ എന്താണ്, സാധാരണ വാക്കുകൾ നമ്മൾ ഓതുന്ന പോലെ നമുക്ക് ഓതാൻ പറ്റില്ല അല്ലെ. സാധാരണ അക്ഷരങ്ങൾ വായിക്കുന്ന പോലെ അല്ല നമ്മൾ ഹുറൂഫുൽ മുഖത്താഅത്തിനെ. അതിനെന്താണ്, അതിനൊരു പ്രത്യേകമായ അവിടെ എന്താണ് നമ്മൾ പ്രത്യേകമായ നിയമങ്ങൾ നമ്മൾ അവിടെ ഫോളോ ചെയ്യാനുണ്ട് അല്ലെ. നൂൻസാക്കിൻ മീംസാക്കിൻ നിയമങ്ങൾ, മദ്ദിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ പിന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഹുറൂഫുൽ മുഖത്താഅത്തിൽ വായിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമാം എന്താണ് ഷെയ്ഖ് എന്ത് ചെയ്തു, ഇത് 3ാമത്തെ ചാപ്റ്റർ തന്നെ ഹുറൂഫുൽ മുഖത്താഅത്തായിട്ടാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. പിന്നെ വരുന്നത് ഹുറൂഫുൽ മുത്തഹർരിക. മുത്തഹർരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അറബിയിൽ നമ്മൾ ഹറക്ക എന്ന് പറയുമ്പോൾ ഫത്ഹ, കസ്റ, ദമ്മയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളിപ്പം മലയാളത്തിലാണ് നോക്കുന്നതെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ചെറിയ സ്വരങ്ങളാണ്. അതായത് അ, ഇ, ഉ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്, അവിടെയാണ് നമ്മൾ ഈ മുത്തഹർരിക്കിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ അത് ഫത്ഹ, കസ്റ, ദമ്മ ഒരു അക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്, അതാണ് അവിടെ കാണാൻ പോകുന്നത്. ഇനി ഹുറൂഫുൽ മുനവ്വന. മുനവ്വന എന്ന് പറയുമ്പോൾ എന്താണ്, തൻവീനുള്ള അക്ഷരങ്ങൾ. തൻവീനുള്ള അക്ഷരങ്ങൾ നമുക്കറിയാം, തൻവീൻ, ഫത്ഹ, കസ്റ, ദമ്മ ഉണ്ട്. ഇത് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓരോ വാക്കിനെ വായിക്കേണ്ടത്, അതും അവിടെ നമുക്ക് അടുത്ത പാഠത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ചില പരിശീലനങ്ങളാണ്, കുറച്ച് പ്രാക്ടീസ് ആണ് വരുന്നത്. തദ്രീബാത്തുൻ അലൽ ഹറക്കാത്തി വത്തൻവീൻ, അതായത് നമ്മൾ ഒരു ചാപ്റ്ററിൽ ഹർക്കത്തുകളെ കുറിച്ച് പഠിച്ചു, അടുത്ത ചാപ്റ്ററിൽ നമ്മൾ തൻവീനെ കുറിച്ച് പഠിച്ചു. ഇനി അതിന് ശേഷം വരുന്ന പാഠത്തിൽ എന്താണ്, ഈ 2 കാര്യങ്ങളും ഹർക്കത്തുകളും തൻവീനും കൂടി ചേർത്തിട്ട് എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ ഓതേണ്ടത് എന്നാണ് അവിടെ വായിക്കേണ്ടതെന്നാണ് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ അടുത്ത പാഠത്തിൽ വരുന്ന എന്താണ്, അലിഫു സഗീറ, യാ സഗീറ, വാവു സഗീറ. ഇതെന്താണ്, ദീർഘസ്വരങ്ങൾ തന്നെയാണ്. പക്ഷെ എന്താണ്, അവര് ഖുർആനിന്റെ റസ്മിൽ കാണുന്നത് ചെറിയ അലിഫും യാവും വാവും ആയിട്ടാണ്.
അപ്പൊ ഈ വാക്കുകൾ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഹുറൂഫുൽ മദ്ദി വല്ലീൻ, മദ്ദുൽ വല്ലീൻ എന്ന് പറയുമ്പോൾ ദീർഘസ്വരങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ നീട്ടി ദീർഘിപ്പിച്ച് പാരായണം ചെയ്യേണ്ടത് അത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നു. പിന്നെ വരുന്നത് തദ്രീബാത്തുൻ അല തൻവീനി വ അഹ്റുഫുൽ മദ്ദി സലാസതി വ ഹർഫൈൽ ലീൻ. അപ്പം തദ്രീബാത്തുൻ അല തൻവീന്, തൻവീന് പഠിച്ചു, തൻവീനും അതുപോലെ തന്നെ മദ്ദിന്റെ 3 അക്ഷരങ്ങളും. പിന്നെ ഹർഫൈൽ ലീൻ, ഹർഫൈൽ ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ലീനിന്റെ 2 അക്ഷരങ്ങൾ. നമുക്കറിയാം സാക്കിനായ വാവും യാവും വാവും, അതിന്റെ തൊട്ട് മുമ്പ് ഫത്ഹ വന്നാലാണ് അതിനാണ് നമ്മൾ യാ വാവ് ലീനിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാക്കുകളും വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് അതുമാണ് നമുക്ക് അടുത്തത് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ അടുത്ത ദർസിൽ വരുന്നത് എന്താണ്? സുക്കൂനുള്ള വാക്കുകളെ കുറിച്ചാണ്. സുക്കൂനുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്? അപ്പൊ സുക്കൂനുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഇവിടെ പല കാര്യങ്ങളുണ്ട്. സുക്കൂനോട് കൂടി നമ്മൾ ഉച്ചരിക്കുമ്പോഴാണ് ഒരു അക്ഷരത്തിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സിഫാത്തുകൾ കൂടുതലും വ്യക്തമാവുന്നത് എന്താണ്? ഒരു സാക്കിനായ അവസ്ഥയിലാണ്. അപ്പം ഈ ഒരു സാക്കിനായ അവസ്ഥയിലുള്ള ഈ അക്ഷരങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ടീച്ചർ എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? അതിന്റെ ഓരോ സിഫാത്തുകൾ പ്രയോഗിച്ചുകൊണ്ടാണ് നമുക്ക് അക്ഷരങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് കുത്തുബുജത്തിന്റെ അക്ഷരങ്ങളാണ്, അവരില് സുക്കൂന് വരാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ്? നമ്മൾ കൽക്കല ചെയ്യണം, അല്ലെ? അതേപോലെ തന്നെ ചില അക്ഷരങ്ങൾക്ക് വളരെ ദീർഘമായ സമയം ഉണ്ടാവും. അതായത് റിഫ്വയുടെ അക്ഷരങ്ങൾ ഉണ്ടാവും. റിഫ്വ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശബ്ദത്തിന്റെ ഒഴുക്കിന്റെ കാഴ്ചപ്പാടിൽ പൂർണ്ണമായി ശബ്ദം ഒഴുകുന്ന അക്ഷരങ്ങളുണ്ട്, ഭാഗികമായി ശബ്ദം ഒഴുകുന്ന അക്ഷരങ്ങളുണ്ട്, അതേപോലെ തന്നെ തീരെയും ശബ്ദം ഒഴുകാത്ത അക്ഷരങ്ങളുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അതിന്റെ സിഫത്തുകളാണ് അഥവാ അതിന്റെ ഗുണങ്ങളാണ്. ചില അക്ഷരത്തിന് പ്രത്യേകമായ ഗുണങ്ങളുണ്ട്. അപ്പം ഈ സാക്കിനായ അക്ഷരങ്ങളുടെ പാഠം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ അക്ഷരത്തിന്റെയും അതിന്റെ സിഫാത്തുകൾ കൂടുതലും നമുക്ക് വ്യക്തമായി പഠിക്കാൻ പറ്റും. സഫീർ, അതുപോലെ തന്നെ ചൂളം അടിക്കുന്ന ഗുണമുള്ള അക്ഷരങ്ങളുണ്ട്, അതിന് നമ്മൾ അതിന്റെ ആ സിഫത്ത് അവിടെ പ്രയോഗിക്കണം. അപ്പം ഓരോ സിഫത്തുകളും നമ്മൾ വ്യക്തമാകുന്നത് എന്താണ്? സാക്കിനായ അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഹംസ് എന്ന് പറഞ്ഞ സിഫത്തുണ്ട്, അതായത് ശ്വാസത്തിന്റെ ഒഴുക്കിന്റെ കാഴ്ചപ്പാടില് ശ്വാസം ഒഴുകുന്ന അക്ഷരങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഒരു ബാബിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് അതിന്റെ പരിശീലനമാണ്. അതായത് സുക്കൂനിന്റെ വാക്കുകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അതിന്റെ പരിശീലനമാണ് അടുത്ത ബാബിൽ വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷദ്ദനെ കുറിച്ചാണ്. ഷദ്ദ നമുക്കറിയാം, അത് 2 അക്ഷരങ്ങൾ ചേർന്നുണ്ടായ നമ്മൾ കട്ടിയായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പം ഇതെങ്ങനെയാണ് ഖുർആനിൽ കണ്ടുവരുന്നത്, ഇതിന്റെ ചിഹ്നം എന്താണെന്നും എങ്ങനെയാണ് ഈ വാക്കുകൾ വായിക്കേണ്ടതും എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഷദ്ദയിൽ വരുമ്പോൾ ചില നിയമങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് മദ്ദിന്റെ നിയമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മദ്ദിന് ശേഷം ഷദ്ദ വരുമ്പോൾ അതിന് പ്രത്യേകമായ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്നും അതിന്റെ പരിശീലനം, ആ വാക്കുകൾ എങ്ങനെയാണ് വായിക്കേണ്ടത് അതും നമുക്ക് ചില പരിശീലനങ്ങളായി പാഠങ്ങളിൽ കാണാം. പിന്നെ വരുന്നത് വീണ്ടും ഷദ്ദയും സുക്കൂനും കൂടി എങ്ങനെയാണ് നമ്മൾ അതിന്റെ വാക്കുകൾ എങ്ങനെയാണ് വായിക്കേണ്ടത് അതിന്റെ ചില പരിശീലനമാണ് വരുന്നത്. പിന്നെ തദ്രീബാത്ത് അല ശദ്ദത്തൈനി ഫിൽ കലിമ, ഒരു വാക്കുകളിൽ 2 ശബ്ദം വരുമ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. പിന്നെ തദ്രീബാത്തിന് അല ശദ്ദത്തി വസ്സുക്കൂനി മഅൽ മദ്, ഇനി മദ്ദിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്ദിന്റെ കൂടെ ശദ്ദയും സുക്കൂനും വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ വാക്കുകൾ വായിക്കേണ്ടത്. അപ്പൊ ഇവിടെ മദ്ദിന്റെ നിയമങ്ങൾ ഉണ്ടാവും, അത് എങ്ങനെയാണ്, എത്ര ഹർക്കത്ത് നീട്ടണം എന്നൊക്കെ അവിടെ കാണാം. പിന്നെ എന്താണ്, മുമ്പ് നമ്മൾ പഠിച്ചതിന്റെ എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള പരിശീലനമാണ് വരുന്നത്. അപ്പം കൂടുതലും ഇവിടെ എന്താണ്, പ്രാക്ടീസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ചുരുക്കം എന്താണ്, കൂടുതലും പ്രാക്ടീസ് ആയാലാണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ്, തഹജ്ജി ചെയ്യലാണ് ഇവിടെ പറയുന്നത്. തഹജ്ജി എന്ന് പറഞ്ഞാൽ എന്താണ്? തഹജ്ജി എന്ന് പറഞ്ഞാൽ സ്പെല്ല് ചെയ്യുക. അതായത് നമ്മൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ആയി ഇതിനെ സ്പെല്ലിങ്ങോട് കൂടി സ്പെല്ലിങ് പറഞ്ഞിട്ട് എങ്ങനെയാണ് വാക്കുകൾ ഉച്ചരിക്കുക എന്നതാണ് ശരിക്കും നമ്മൾ ഖാഇദ നൂറാനിൽ പഠിക്കുന്നത്. അപ്പം ഈ എന്താണ് ഇതിന്റെ പ്രാധാന്യം? ഇത് നമ്മൾ പഠിക്കുമ്പോൾ ഖുർആന് ശരിയായി ഉച്ചരിക്കാനും അതിനെ മനോഹരമായി വായിക്കാനും നമുക്ക് എളുപ്പമാകുന്നു. അതേപോലെ തന്നെ ഓരോന്നും എന്താണ്, ഇതിന് തജ്വീദിന്റെ പ്രാധാന്യമുണ്ട്. അപ്പം തജ്വീദിന്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഓരോ പാഠങ്ങളും വന്നിട്ടുള്ളത്. അതായത് വെറും നമ്മൾ അക്ഷരങ്ങൾ വായിക്കുക എന്നല്ല, ഇതിൽ ഉദ്ദേശിക്കുന്ന എന്താണ്, തജ്വീദ് നിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ പാലിച്ചുകൊണ്ട് ഓരോ വാക്കുകൾ വായിക്കുന്നത്. മദ്ദിന്റെ നിയമങ്ങളായിക്കോട്ടെ, നൂൺ സാക്കിൻ, മീം സാക്കിൻ, തൻവീന്റെ നിരക്ക നിയമങ്ങളായിക്കോട്ടെ, അതിന്റെ സിഫാത്തുകളും മഖ്റജുകളും ശ്രദ്ധിച്ച് വായിക്കുന്നതായിക്കോട്ടെ, ഇതിന് പ്രത്യേകമായ ഒരു അദാ ഉണ്ട്. അദാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അവതരണ ശൈലി.
ഈ ഖായിദ നൂറാനിയ വായിക്കുന്നതും അതിന്റെ ഉച്ചരിക്കുന്നതൊക്കെ അതിന് ഒരു പ്രത്യേകമായ ശൈലിയുണ്ട്. അപ്പൊ ഇതില് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ മദ്രസയിൽ പഠിക്കുന്ന പോലെ ഒരു ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാനല്ല, നമ്മൾ അതിന്റെ അതാവോടുകൂടി, അതായത് ഈ ഒരു ഖായിദ നൂറാനിയ പഠിപ്പിക്കുകയും അതിന്റെ ഇജാസ കൊടുക്കുന്നതുമായിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ സെന്റർ ഉണ്ട്, ഫുർഖാൻ സെന്റർ എന്ന് പറഞ്ഞ്. അവരെന്താണ് ഇതിന്റെ ദൗറകൾ ഇങ്ങനെ ഇടക്കിടക്ക് അവർ കണ്ടക്ട് ചെയ്യും. അപ്പൊ ദൗറകൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ പല ഇതിലായിരിക്കും, പല ഭാഷയിലായിരിക്കും, ഇംഗ്ലീഷില്, ഫ്രഞ്ചില്, അറബിയില്, അങ്ങനെ അവർ പല ദൗറകൾ കൊടുക്കും. ഏകദേശം ഒരു 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ദൗറകളാണ്. ഓരോ ദിവസവും 3 മണിക്കൂർ വെച്ചിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ. അപ്പൊ നമുക്കിവിടെ ഹാർഡ്ലി നമുക്ക് ഒരു അരമണിക്കൂർ തന്നെ നമുക്ക് ശരിക്കും ക്ലാസ്സിൽ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. എന്നാല് ഈ ഫുർഖാൻ സെന്ററിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ, ഖായിദ നൂറാനിയിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്, ഒരു ദിവസം 3 മണിക്കൂറാണ് ഒരാൾ ഇരിക്കേണ്ടത്. അതായത് ഷെയ്ഖ് ഓതിത്തരുന്ന ഒരു പ്രത്യേകമായ രീതി ഉണ്ടാവും. ഓരോ വാക്കുകളും ഓരോ പാഠങ്ങളും എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അതിന്റെ പ്രത്യേകമായ രീതിയുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താണ്, അതിന്റെ എക്സാം നമ്മൾ കൊടുക്കണം. അപ്പൊ എക്സാം ചിലപ്പോൾ എന്താണ്, അവര് വളരെ ചെറിയ ഒരു ഇതിനൊക്കെ എന്ത് ചെയ്യും, അവരൊന്ന് മാർക്ക് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഇജാസ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ആയിരിക്കും. കാരണം അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ അക്ഷരത്തിന്റെ അതിന്റെ മഖ്റജും സിഫാത്തുകളും ഒക്കെ പ്രയോഗിച്ച്, അതേപോലെ തന്നെ തഫ്ഹീമും തർഫീഖും ഒക്കെ നമ്മൾ നോക്കണം. അതായത് അതിനെ കനപ്പിക്കുന്നതും നേരിയതാക്കുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഖായിദ നൂറാനിന്റെ തന്നെ ഒരുപാട് ആപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് പ്ലേ സ്റ്റോറിലും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും നമുക്ക് ഇതിന്റെ ആപ്സ് ഒരുപാടായിട്ട് കിട്ടാം. അതിൽ അവരെന്ത് ചെയ്യും, ഓരോ പേജും അതുപോലെ തന്നെ ശേഷം എങ്ങനെയാണ് അതിന്റെ ആ പേജ് ഓതുന്നത്. ഇപ്പം ഫസ്റ്റ് മുതൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ അദ്ദർസുൽ അവ്വൽ ഹുറൂഫുൽ ഹിജാഇൽ മുഫ്രദ അങ്ങനെ ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ അലിഫ്, ബ, ത, അങ്ങനെ ഓരോ അക്ഷരം എന്താണ്, ഓരോന്നിന്റെ പാഠത്തിന്റെ പേരും അതിന്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊക്കെ എന്താണ് അവര് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരുപാട് ആപ്സ് ഉണ്ട്, നമുക്ക് എപ്പോ വേണമെങ്കിലും എന്താണ് കേൾക്കാം. അതുപോലെ തന്നെ അതിന്റെ തന്നെ ഇതുണ്ട്, എന്താ പറയാ, ക്ലാസ്സുകൾ. ഇനി നിങ്ങൾക്ക് നല്ല ഹയസ്റ്റ് സർട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുർഖാൻ സെന്ററിന്റെ ദൗറകൾ ജോയിൻ ചെയ്തിട്ട് അതിൽ ചെയ്യാം. കാരണം അവര് പൊതുവേ എന്ന് പറഞ്ഞാല് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അവർ ഈ ഫുർഖാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മുൻഗണന കൂടുതൽ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും പെർഫെക്റ്റ് ആയ ടീച്ചേഴ്സിന് മാത്രമേ അവർ ഇജാസ കൊടുക്കുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇജാസ മറ്റുള്ളവർക്ക് നൽകാൻ അവര് ആ ഒരു അനുമതി ഇല്ലാന്ന് തോന്നുന്നു. അതായത് നമ്മളിപ്പോ ഒരു ഇതിൽ ഇജാസ എടുത്താലും നമുക്ക് മറ്റുള്ളവർക്ക് ഇജാസ കൊടുക്കാനുള്ള അനുമതി ഉണ്ടാവുമല്ലോ. പക്ഷെ ഫുർഖാൻ സെന്ററിൽ നമുക്ക് അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. അത് ഞാൻ ഒന്നും കൂടി അന്വേഷിച്ചിട്ട് പറയാം. പക്ഷെ പൊതുവെ ഖായിദ നൂറാനിയന്റെ ഒരു ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് സർട്ടിഫിക്കേഷൻ എന്താണ്, അത് ഫുർഖാൻ സെന്ററിലാണ്. അത് ആർക്കെങ്കിലും അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ അത് പഠിക്കണം ഇൻഷാ അല്ലാഹ്. എന്നാലും നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻഷാ അല്ലാഹ് പരിചയമായ ടീച്ചേഴ്സ്, എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് നമ്മൾ ഖായിദ നൂറാനിയെ പഠിപ്പിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം അവര് നമ്മളിപ്പോ ചിലപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഇതൊക്കെ എന്തിനാ നമ്മൾ പഠിക്കുന്നത്, പ്രത്യേകമായി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തജ്വീദൊക്കെ പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് ഇത് പഠിക്കാന്ന് പറയുമ്പോൾ നമുക്കൊരു അതൊരു നമുക്ക് വൈകിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതായത് നമ്മൾ പഠനത്തെ ഡിലേ ആക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതിനൊരു അതിൻ്റെതായ തന്നെ ഒരു സ്ഥാനമുണ്ട്. പിന്നെ ഇതിന്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കറിയില്ലല്ലോ, ഇനി ഭാവിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനോ, അല്ലെങ്കിൽ ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സഹോദരി എന്താണ് പുതിയതായി ഇസ്ലാമിലേക്ക് വന്നാൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, അത് നമ്മൾ ഖായിദ നൂറാനിയിലാണ് തുടങ്ങേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഖായിദ നൂറാനിയ നിങ്ങൾക്ക് അറിയുന്നില്ല, വേറെ ഏതെങ്കിലും ഖായിദ അറിയാണെങ്കിലും അത് ഉപയോഗിക്കാം. അതായത് ഖായിദ നൂറാനിയേ പാടുള്ളൂ, അങ്ങനെയൊന്നും ഇത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളല്ല. പക്ഷെ എളുപ്പത്തിന്റെ കാഴ്ചപ്പാടിൽ, അതായത് പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പത്തിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അത് ഖായിദ നൂറാനിയാണ് ഏറ്റവും എളുപ്പം. കാരണം ചിലതിൽ നമ്മളിപ്പോ ദീനിയാത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പം അവര് ഉച്ചരിക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. മദ്ദിനെ അവര് എന്താണ്, നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഈ മദ്ദിന്റെ അക്ഷരങ്ങൾ വരുമ്പം നമ്മൾ എന്താണ് വായിക്കുക, ബ, ദമ്മ, വാവ്, സുക്കൂൻ, ബൂ എന്നാണ് നമ്മൾ സാധാരണ പറയാ. അവരെന്താണ് പറയാ, ബ, വാവ്, എന്താണ് ദമ്മ എന്ന് പറയും. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ ആ സുക്കൂൻ ശരിക്കും എവിടെയാണുള്ളത്, അത് വാവിന്റെ മുകളിലാണുള്ളത്. പക്ഷെ ബായിന്റെ മുകളിലായിട്ട് അവർ പറയും. അപ്പം അങ്ങനെ ചില ഇതില് അവരെ പഠിപ്പിക്കുന്ന ശൈലി ചിലപ്പം ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് തന്നെ എന്താണ്
ഒരു കൺഫ്യൂഷൻ ആണ് അല്ലെ, എവിടെയാണ് ശരിക്കും സുക്കൂൻ ഉള്ളത്, എവിടെയാണ് ആ ഹറക്കത്തുള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പം അതൊക്കെ എന്താണ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഷെയ്ഖ് എന്ത് ചെയ്തത്, നമുക്ക് ഈ ഒരു കിതാബ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ആക്കി തന്നത്. വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ഇനി ഇപ്പം ഞാൻ വേറൊരു സ്ലൈഡല്ല ഒരു പേജ് ഷെയർ ചെയ്യാം. അതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഇതിന്റെ രൂപം, ഈ കിതാബിന്റെ രൂപം എങ്ങനെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇൻഷാ അല്ലാ. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഖായിദ നൂറാനിന്റെ കിതാബ്. ഇതിൽ നോക്ക്, ഫസ്റ്റ് ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് കാണുന്നത്, ഫസ്റ്റ് ദർസാണ് അവിടെ ഉള്ളത്, ദർസുൽ അവൽ ഹുറൂഫുൽ ഹിജാഇൽ മുഫ്രദ. അപ്പൊ ഇതിലെന്താണ്, അക്ഷരങ്ങളുടെ രൂപം പഠിക്കുക, അതിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ ഫോർമ് നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ പേര്, ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, അതിന്റെ പേരാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മളിപ്പോ ലാം എന്നുള്ള അക്ഷരം നമ്മൾ പറയുന്നത് എന്താണ്, ലാമാണ്. പക്ഷെ നമ്മൾ ഫത്ത കൊടുത്ത് വായിക്കുമ്പോൾ ലാ ലീ ലു എന്നാണ് പറയുന്നത്. പക്ഷെ ആ അക്ഷരത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ലാമാണ് അല്ലെ. അതുപോലെ തന്നെ മീം, നൂൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്താണ്, അതാണ് അതിന്റെ പേര്. ഇനി വധ കസ്ര ദമ്മ കൊടുക്കുമ്പോൾ എന്താണ്, അതിന്റെ ഉച്ചാരണം മാറും അല്ലെ. അപ്പൊ ഫസ്റ്റ് ലെസണ് തന്നെ ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് എന്താണ്, അക്ഷരങ്ങൾ എങ്ങനെയാണ് പഠിക്കുക, അക്ഷരങ്ങളെ രൂപം എന്താണ്, അതിന്റെ പേരെന്താണ്, അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത്. ഇനി ഈ ചാപ്റ്റർ, അതായത് ബേസിക് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ടൈം എടുക്കും. അതായത് ആദ്യമേ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു 4 വയസ്സിന്റെ കുട്ടികൾ എടുക്കുമ്പം ആദ്യത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നല്ല സമയം എടുക്കും. കാരണം അക്ഷരങ്ങളെ രൂപം പഠിക്കണമല്ലോ, അതേപോലെ തന്നെ അതിന്റെ പേര് പഠിക്കണമല്ലോ. അപ്പൊ ആദ്യത്തെ 2 ചാപ്റ്ററിൽ കുറച്ച് നമ്മൾ വിചാരിച്ചതിനേക്കാളും ടൈം തുടക്കക്കാർക്ക് അവിടെ ടൈം എടുക്കും. പിന്നെ രണ്ടാമത്തതിൽ നമ്മൾ വീണ്ടും എന്താണ്, പേര് പറഞ്ഞുകൊണ്ട് അക്ഷരങ്ങൾ മനസ്സിലാക്കാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ പല കളറുകൾ കൊടുത്തിട്ടുണ്ട്. ചുവപ്പ് കളറുണ്ട്, കറുപ്പ് കളറുണ്ട്, ബ്ലൂ ഉണ്ട്, പച്ച ഉണ്ട്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരുദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ വെറുതെ കളർ റാൻഡം ആയിട്ട് കൊടുത്തതല്ല. ഇപ്പൊ ഇവിടെ അലിഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അലിഫിന് കറുപ്പ് നിറമായിരുന്നു കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇനി അടുത്ത വരിയിൽ നിങ്ങൾ നോക്കുമ്പം അവിടെ ആ കറുപ്പ് വരുന്നതെല്ലാം എന്താണ്, അവിടെ അലിഫാണ്. അപ്പൊ ഫസ്റ്റിൽ അലിഫ്, പിന്നെ ലാം അലിഫ്, ബ അലിഫ്, ലാം അലിഫ് അല്ലെ. അവിടെ കണ്ട അവിടെയൊക്കെ എന്താണ്, അതൊക്കെ അലിഫാണ്. ഇതിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് അവിടെ കാണിച്ചു തരുന്നത്. ഷെയ്ഖ് എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോ ഈ ഒരു രൂപത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അലിഫാണ് എന്ന് ഉദ്ദേശിക്കാനാണ്. അതേപോലെ തന്നെ ലാം അലിഫിന്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ലാം അലിഫ് നമുക്ക് സെക്കൻഡ് ബോക്സിൽ കാണുകയാണെങ്കിൽ അതിന്റെ രൂപം വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേർഡ് ബോക്സും 5th ബോക്സും കാണുകയാണെങ്കിൽ അവിടെ വ്യത്യാസമുണ്ട് അല്ലെ. ഇതൊക്കെ എന്തിനാണ്, ഇത് ആ ഒരു മനോഹരമായ ഒരു അവതരണ ശൈലിയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം എന്താണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് കിതാബിന്റെ ആ ഒരു ഘടന അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഓരോന്നും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നല്ലൊരു ഭംഗിയായിട്ടാണ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റാവും സാവും ഒക്കെ എങ്ങനെയൊക്കെ പല രൂപത്തിൽ വരാം. നെക്സ്റ്റ് പേജിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ റായിന് 2 രൂപങ്ങൾ നിങ്ങൾക്ക് കാണാം. ചിലതിൽ നമ്മൾ സാധാരണ റാ എഴുതുന്ന പോലെ കാണാം. പിന്നെന്താണ്, മറ്റേതിൽ നോക്ക് റായിന്റെ വേറെ രൂപമാണ് നമുക്ക് പിന്നെ അടുത്ത റോയിൽ കാണാൻ പറ്റുന്നത്. റായിനെ വേറെ രൂപത്തിൽ നമുക്കറിയാം, പല കിതാബുകളിലും എന്താണ്, പല മുസാഫുകളിലും പല രൂപത്തിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ അതിന്റെ 2 രൂപങ്ങളും ശേഷം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ കിതാബിന്റെ ആ ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് ടീച്ചർമാര് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിന്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ ഇതിന്റെ ഈ കളറുകളും അതിനൊക്കെ എന്താണ് പ്രത്യേകമായ കാരണങ്ങളുണ്ട്. വെറുതെ ആയിട്ട് ഡെക്കറേഷന് മാത്രം കൊടുത്തതല്ല ഈ നിറങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ 3ാമത്തെ പാഠം വരുന്നത് ഹുറൂഫുൽ മുഖത്തആത്ത് ആണ്. ഹുറൂഫുൽ മുഖത്തആത്തിൽ വായിക്കുന്ന പ്രത്യേകമായ അതിനൊരു ശൈലിയുണ്ട്. അപ്പൊ നമുക്കറിയാം കൂടുതലും നമ്മൾ എന്താണ് പിന്നെ മദ്ദിന്റെ നിയമങ്ങൾ ഇവിടെ പാലിക്കണം. മദ് തബീഇയും ഉണ്ട്, മദ് ഫറഇയും ഉണ്ട്. അപ്പൊ മദ് തബീഇ നമ്മൾ ഉദ്ദേശിക്കുന്ന 2 ഹർക്കത്ത് നീട്ടുന്ന മദ്ദുകളുണ്ട്. ഹയ്യ തുഹർ എന്നുള്ള വാക്കുകളിൽ വരുന്നതുണ്ട്. പിന്നെ
സനഖുസ്സു ഇൽമക്ക് എന്ന് പറഞ്ഞ വാക്കുകളിൽ വരുന്നതാണ് 6 ഹർക്കത്തുള്ള മദ്. അതിൽ ഐനിന് പ്രത്യേകമാണ് 2 വജ്ഹുകളുണ്ട്. 2 നമുക്ക് 4 ഹർക്കത്തായും 6 ഹർക്കത്തായും ഐന് ഓതൽ അനുവദനീയമാണ്. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെ അടിയിൽ ചെറിയ ചെറിയ നോട്ട്സ് കാണുന്നില്ല, അവിടെ ഷെയ്ഖ് എഴുതിയിട്ടുള്ള ചെറിയ ചെറിയ നോട്ട്സ്. അതിലൊക്കെ എന്താണ് ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ ഇങ്ങനെ വായിക്കണം, ഇങ്ങനെ ഓതണം. ഇവിടെ അതുപോലെ തന്നെ മീമിന്റെ നൂൻസാക്കിന്റെ നിയമങ്ങൾ പാലിക്കണം. ഇവിടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇതാണ് ഈ കാഫായ ഐൻസോ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓതുക? കാഫ് ഹാ യാ ഐൻ സാദ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കാഫ് എന്ന് പറയുമ്പോൾ അവിടെ 6 ഹർക്കത്ത് കൊടുത്തു. ഹാവും യാവും അത് 2 ഹർക്കത്ത് കൊടുക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ നമ്മൾ അവിടെ 2 ഹർക്കത്ത് കൊടുത്തു. ഐൻ എന്ന് പറയുമ്പോൾ നമുക്ക് 4 കൊടുക്കാം 6 കൊടുക്കാം, അനുവദനീയമാണ്. 2 അനുവദനീയമായതാണ് അവിടെ. പിന്നെ ഐൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഐനിന്റെ അവസാനം ഒരു നൂനുണ്ട് അല്ലെ? ആ നൂനിന് ശേഷമാണ് സ്വാദ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നൂൻ സാക്കിന്റെ നിയമം അവിടെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഏത് നൂൻ സാക്കിന്റെ നിയമമാണ് വരുന്നത്? നൂനിന് ശേഷം സ്വാദ് വരുമ്പോൾ നമ്മൾ സാധാരണ ഏത് നിയമമാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്? നൂനിന് ശേഷം സ്വാദ് വരുമ്പോൾ അപ്പം ഇസ്ഫ എന്ന് പറയുമ്പോൾ എന്താണ്? നൂനിനെ നമ്മൾ അവ്യക്തമാക്കി മണിച്ച് പാരായണം ചെയ്യുന്നു അല്ലെ? അപ്പം അത് അപ്പൊ നമ്മൾ പിന്നെ ഐൻ സ്വാദ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? നൂനിന് ശേഷം സ്വാദ് വരുമ്പോൾ നമുക്കറിയാം സ്വാദ് എന്ത് അക്ഷരമാണ്? നേരിയ അക്ഷരമാണോ അല്ലെങ്കിൽ ഖനമുള്ള അക്ഷരമാണോ? അക്ഷരമാണ് അല്ലെ? അപ്പൊ ഹെവി ലെറ്റർ ചെയ്യുമ്പോൾ എന്താണ്? അവിടെ ഇഖ്ഫാ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇഖ്ഫായിന് ആ ഉന്നക്ക് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഒരു ഹെവിനെസ് കൊടുക്കണം. അതായത് ആ ഇഖ്ഫാ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഉന്നുണ്ടല്ലോ, നൂനിനെ മണിക്കുന്നുണ്ടല്ലോ, ആ മണിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? കനപ്പിച്ച് നമ്മൾ മണിക്കണം. എന്തിനാണ് ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവിടെ ഐൻ സ്വാദ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ കാരണം ആ സ്വാദ് കനമുള്ള അക്ഷരമാണല്ലോ. അപ്പൊ നൂനിന്റെ ഇഫ്ഫ ചെയ്യുമ്പോൾ ആ നമ്മൾ നൂനിന് എന്താണ്? സ്വാദിന്റെ മഹ്റജിന്റെ അടുത്താണ് നമ്മൾ ഇഫ്ഫ ചെയ്യുന്നത് അല്ലെ? അപ്പം ഓൾറെഡി എന്താണ്? നമ്മുടെ നാവ് അതിന്റെ മഹ്റജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ നാവ് ഓൾറെഡി കനപ്പിക്കുന്ന രൂപത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ നൂനിന് ഒരു കനം വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഓൾറെഡി ഷെയ്ഖ് എന്താണ്? ഈ ഒരു രൂപത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓഡിയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിൽ തന്നെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കോ? അവിടെ കനപ്പിക്കണം, നൂനിനെ കനപ്പിക്കണം, അവിടെ ഇഫ്ഫ ഉണ്ട്, അവിടെ മുഹഫം ഉണ്ട്, അത് തഫ്ഹീമാണ് എന്നൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലെ? ടീച്ചർ എന്താണ് ചെയ്തു കൊടുക്കുക? ടീച്ചർ ഇങ്ങനെ ഓതി കൊടുക്കും. കുട്ടി അതേപോലെ ടീച്ചർ എങ്ങനെയാണോ ഓതിയിട്ടുള്ളത് അതേപോലെ തന്നെ കുട്ടി റിപ്പീറ്റ് ചെയ്യും അല്ലെ? അപ്പൊ അവിടെ 4 വയസ്സുള്ള കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രയാസമാണ്. അവിടെ ഇഫ്ഫ ഉണ്ട് മോനെ, അവിടെ യുഹാർ ഉണ്ട് മോനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലെ? ബുദ്ധിമുട്ടാണ്. അപ്പം ടീച്ചർ എന്താ ചെയ്യുക? ടീച്ചർ അത് ഓതും. അതിന്റെ എല്ലാ നൂൻസാക്കിനൊക്കെ നിയമങ്ങൾ എന്താണ് ടീച്ചർ അത് അവിടെ പ്രയോഗിക്കും. അതേപോലെ സ്റ്റുഡന്റ് കേട്ടിട്ട് അവിടെ പഠിക്കും. ഇനി കുറച്ചും കൂടിയും പഠിച്ച ആൾക്കാരാണെങ്കിൽ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അവിടെ നൂൻസാക്കിന്റെ ഇഫ്ഫ ഉണ്ട്, അവിടെ ചെയ്യണം, ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ? പക്ഷെ നമ്മൾ ബേസിക് കുട്ടികളാണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവിടെ ഇഫ്ഫ ഉണ്ട്, കലാബുദ്ദൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ടീച്ചർ കുട്ടിയുടെ ലെവൽ അനുസരിച്ചിട്ട് ഖായിദ നൂറാനിന്റെ ബുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം അല്ലെ? അപ്പൊ താഴെ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അതിന് 2 വജ്ഹുണ്ട്, ബാക്കിയുള്ള 6 ഹർക്കത്ത് നീട്ടണം, ചില അക്ഷരങ്ങൾ 2 ഹർക്കത്ത് നീട്ടണം എന്നൊക്കെ എന്താണ് ശേഷം അവിടെ ചെറുതായിട്ട് ആ ലെസന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതിൽ നമ്മൾ നമ്മൾ ചെറിയ സ്വരങ്ങൾ എന്ന് പറഞ്ഞാല് ഹർക്കത്തുകൾ നമ്മൾ പഠിക്കുന്നത് ഹംസയും ഫത്ഹയും കസറയും ദമ്മയും വരുമ്പോൾ എങ്ങനെയാണ് ഓരോ വാക്കുകളും ഉച്ചരിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ എപ്പോഴും ഒരേ അളവാണ് കൊടുക്കേണ്ടത്. അതായത് ദ എന്ന് പറയുമ്പോഴും ദീ എന്ന് പറയുമ്പോഴും ദൂ എന്ന് പറയുമ്പോഴും ഒക്കെ എന്താണ്? സെയിം ആണ്. അതായത് ഒന്നിനെ ദ, പിന്നെ മറ്റേതിനെ ദീ, മറ്റേതിനെ ദൂ എന്ന് പറയോ? ഇല്ല. ദ, ദീ, ദു, ത, തീ, തു അത്രേ നമ്മൾ പറയുള്ളൂ അല്ലെ? അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ദ, ദീ, ദു അങ്ങനെ പറയില്ല അല്ലെ? തുല്യമായ ഉച്ചാരണമായിരിക്കണം ഓരോന്നിനും ഉണ്ടാകേണ്ടത്. അത് ഫത്ഹയായാലും കസ്റായാലും ദമ്മയായാലും നമ്മൾ തുല്യമായ രൂപത്തിൽ എല്ലാ ഹറക്കത്തുകളും ഉച്ചരിക്കുന്നു. പിന്നെ അടുത്ത പാഠം വരുന്ന തൻവീനെ കുറിച്ചാണ്.
തൻവീന് വീണ്ടും നമ്മൾ അവിടെ തൻവീനിന്റെ എങ്ങനെയാണ് വായിക്കേണ്ടത്, അത് കനമുള്ള അക്ഷരങ്ങളാകുമ്പോൾ കനപ്പിച്ച് ഓതുക, നേരിയ അക്ഷരങ്ങൾ നേരിയതായി ഉച്ചരിക്കുക. പിന്നീട് ആ പാഠത്തിന്റെ അവസാനം ഷെയ്ഖ് എന്ത് ചെയ്തു നമുക്ക് നൂൻസാക്കിന്റെ നിയമങ്ങളാണ് അവിടെ പറഞ്ഞിരുന്നത്. നൂൻസാക്കിൻ തൻവീന്റെ നിയമങ്ങൾ അവിടെ ഇദ്ഹാർ പറയുന്നുണ്ട്. അവിടെ പിന്നെ എന്താണ് നിയമങ്ങൾ ഓരോന്നും അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, ചെറുതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് പഠിപ്പിക്കുക? തൻവീന് പറഞ്ഞതിന് ശേഷം ആ ഷെയ്ഖ് പറയുന്നുണ്ട്, നമ്മൾ തൻവീന് ശേഷം തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഇദ്ഹാർ ചെയ്യണം. അപ്പൊ ഓരോ നിയമങ്ങൾ അവിടെ ഇസ്ഫാ ഉണ്ട്, ഇദ്ഗാം ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുന്നു? ടീച്ചർ നമുക്ക് അവസാനമായിട്ട് പറഞ്ഞു തരുന്നു. ഇനി അതിന്റെ ശേഷം എന്താണ്? തദ്രീബാത്താണ്. നമ്മൾ ഓരോ പിന്നെ എന്താണ് തഹജ്ജി ചെയ്തിട്ട് എങ്ങനെയാണ് ഈ വാക്കുകൾ വായിക്കുക? ഇപ്പൊ എങ്ങനെയാ ഇവിടെ അഹദുൻ എന്ന് പറയുമ്പോൾ ഹംസ ഫത്ഹ അല്ല, ഹംസ എന്നാണ് നമ്മൾ വായിക്കുക. ഹംസ ഫത്ഹ ഫത്ഹ അഹ ദാൽ ദമ്മതൈൻ ദുൻ അഹദുൻ. സെയിം തന്നെ. അപ്പൊ ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അബദൻ, ഹംസ ഫത്ഹ ബ ഫത്ഹ ബ അബ, ദാൽ ഫത്ഹതൈൻ ദൻ അബദൻ അഹദുൻ. അപ്പൊ ആദ്യം നമ്മൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ 2-3 എന്താണ് വരികൾ നമ്മളോട് തഹജ്ജി ചെയ്യാൻ പറയും. പിന്നീട് നമ്മളോട് തഹജ്ജി ചെയ്യാതെ ഓതാൻ പറയും. അപ്പൊ തഹജ്ജി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സ്പെല്ല് ചെയ്യുക എന്നാണ്. നമ്മൾ സ്പെല്ലിങ് പറയല്ലോ, അതാണ് സ്പെല്ലിങ് പറയുന്നതാണ് ഈ തഹജ്ജി എന്ന് പറയുന്നത്. അപ്പം ഓരോ കായികയിലും ചിലപ്പോൾ വ്യത്യസ്ത നിയമങ്ങളാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പം ഈ എന്താണ് ഈ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈജിപ്ഷ്യൻസ് ഒക്കെ നടത്തുന്ന, അവര് അതില് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. ഇപ്പം ഹംസത്തു വസ്ലൻ തസ്ഖുത്തു വസ്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് അവർ അവിടെ പറയുന്നത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ കുട്ടികൾ പഠിക്കും, സുബ്ഹാനല്ലാഹ്, കുട്ടികൾ ചെറുതാണെങ്കിലും അവരതൊക്കെ പഠിച്ചെടുക്കും. പക്ഷെ എന്താണ്, ആ ഒരു കുറച്ചും അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടല്ല ഷെയ്ഖ് ഈ കിതാബ് എഴുതിയത്. സിമ്പിൾ ആയ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പം അടുത്ത പാഠം എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എങ്ങനെയാണ് തഹജ്ജി ചെയ്ത് വായിക്കുക എന്നതാണ്. പിന്നീട് വരുന്നത് എന്താണ്? അലിഫു സഗീറ, ഉസഗീറും യാ ഉസഗീറും. എങ്ങനെയാണ് ഈ വാക്കുകൾ, ഈ ചിഹ്നങ്ങൾ എങ്ങനെയാണ് ഖുർആനിൽ വരുന്നത്? ചിഹ്നങ്ങൾ നമ്മൾ അറിയണമല്ലോ, റസ്മ് നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കണം. അപ്പൊ അതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഈ അലിഫ് സഗീറ, യാ സഗീറ ഒക്കെ എങ്ങനെയാണ് ഖുർആനിൽ കാണുന്നത്, അത് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തിൽ മദ് വല്ലീന് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്, അതിന്റെ പല 3 അക്ഷരങ്ങളും 3 മദ്ദിന്റെ അക്ഷരങ്ങളും വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, അതുപോലെ തന്നെ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ്, അല്ലെ? ചിലതിന്റെ കൂടെ നമുക്ക് എന്താണ് കൂട്ടി എഴുതാൻ പറ്റും, ചില വാക്കുകളെ കൂടെ നമുക്ക് കൂട്ടി എഴുതാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇവിടെ ഹംസക്ക് ശേഷം വാവ് മദ് വന്നാലും നമുക്ക് അവിടെ കൂട്ടി എഴുതാൻ പറ്റില്ല, അല്ലെ? അവിടെ അങ്ങനെ പോസിബിൾ അല്ല. ചിലതിന്റെ കൂടെ നമുക്ക് കൂട്ടി എഴുതാൻ പറ്റും. അപ്പം അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പൊ ദാലിന് ശേഷമാണ് വരുന്നതെങ്കിൽ നമുക്ക് ദാലിന്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെ? ദാലിന് സെപ്പറേറ്റ് ആയിട്ടാണ് മദ്ദിന്റെ അക്ഷരങ്ങൾ എഴുതുക. കാരണം ചില അക്ഷരങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, റൈറ്റ് സൈഡിൽ റൈറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റും, ലെഫ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അക്ഷരങ്ങളുണ്ട്. അതൊക്കെ എന്താണ്, അതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും അത് തന്നെ അതിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഓരോന്നും വരുന്നത്. അതുപോലെ തന്നെ തഫ്ഹീമും തർക്കീഖിന്റെ കാര്യവും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓരോന്നിലും തഫ്ഹീമും തർക്കീഖ് വരുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കണം, ടീച്ചേഴ്സ് എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെയും വീണ്ടും തദ്രീബാത്താണ്, എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ വാക്കുകൾ ഓടേണ്ടത്. ഹംസ ഫത്ഹ അലിഫ് സുക്കൂൻ മീം ഫത്ഹ മ നൂൻ ഫത്ഹ ന മന. അപ്പോ ഇതേപോലെ തന്നെ എന്താണ് ബാക്കി വാക്കുകളും നമ്മൾ തഹജ്ജി ചെയ്യുന്നു. പിന്നെ നമ്മൾ സുക്കൂന് കൊണ്ടാണ്. അപ്പൊ സുക്കൂന് വരുമ്പോൾ നമുക്കറിയാം, സുക്കൂനുള്ള അക്ഷരങ്ങളെ നമുക്ക് അതിനെ ഒറ്റക്കായിട്ട് ഉച്ചരിക്കാൻ പറ്റില്ല, അതിന്റെ മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു ഹർക്കത്ത് നമ്മൾ നൽകണം. അപ്പൊ ഇവിടെ ഷെയ്ഖ് പ്രിഫർ ചെയ്തത് ഫത്ഹക്കാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിന്റെയും പിന്നെ ഉച്ചരിക്കുമ്പോൾ അതിന്റെ സിഫത്തുകൾ നമ്മളവിടെ പ്രയോഗിക്കണം. അപ്പം അബ്, അജ്, ആപ്പ് നമുക്ക് അവിടെ ഗ്രീൻ കളറിൽ കൊടുത്തത് എന്താണ്, അവിടെയൊക്കെ കൽക്കലയാണ്, അല്ലെ? ഗ്രീൻ കളറിൽ കൊടുത്ത അക്ഷരങ്ങൾ നോക്ക്. അവിടെ എന്തിനാണ് ബാവും ജീമും ദാലും ഫാവും ഒക്കെ. ഇനി അടുത്ത പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാഫും, അവിടെയൊക്കെ എന്തിനാണ് അവിടെ പച്ച കളർ കൊടുത്തിട്ടുള്ളത്? കാരണം ഈ പച്ച അക്ഷരങ്ങൾക്ക് കൽക്കല എന്ന് പറഞ്ഞ സിഫത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ താം കാഫ് ആണെങ്കിലോ അവിടെ എന്താണ് ഹംസ് എന്ന് പറഞ്ഞ സിഫത്തുണ്ട്. ചിലര് ശ്വാസം ലേശം പുറത്തേക്ക് വരണം, അല്ലെ? അക്സ് അക്സ് എന്നുള്ള ചെറിയൊരു ശ്വാസം പുറത്തേക്ക് വരും. അപ്പം ഈ അക്ഷരങ്ങൾ ഇങ്ങനെ കളർ കൊടുത്തത് എന്താണ്, വെറുതെ അങ്ങനെ കൊടുത്തതല്ല, അതിന് ഒരു ഉദ്ദേശമുണ്ട്.
അപ്പൊ അതും നമ്മൾ ഇൻഷാ അള്ളാ അതിന്റെ ക്ലാസ്സുകളിൽ മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും പിന്നെ തഹജ്ജ് ചെയ്യുന്ന കുറച്ച് പരിശീലനമാണ്, തദ്രീബാത്താണ്. എങ്ങനെയാണ് നമ്മൾ ഇതിനെ തഹജ്ജ് ചെയ്യുന്നത്, പിന്നെ ശബ്ദനെ കുറിച്ചുള്ള വാക്കുകൾ വരുന്നുണ്ട്. ശബ്ദൻ്റെതും വീണ്ടും എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതും കൂടെ നമ്മൾ പഠിക്കും ഇൻഷാ അള്ളാ. പിന്നെ തദ്രീബാത്തിന് അല ശബ്ദത്തി, ശബ്ദം എങ്ങനെയാണ് തഹജ്ജ് ചെയ്യുക അതും വായിക്കുന്നുണ്ട്. പിന്നെ സുക്കൂണും പിന്നെയും കൂടുതലും കുറേ പരിശീലനമാണ്, കുറേ എന്താണ് പ്രാക്ടീസ് സെഷൻസ് ആണ് ശരിക്കും നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്നത്. അപ്പം അതിന് നിങ്ങളിപ്പം ലാസ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് ഓരോ എന്താണ് നോട്ട്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിലൊക്കെ ഇങ്ങനെയുള്ള നോട്ട്സ്, ഇതൊന്നും വെറുതെ തന്നതല്ല, ഇതിനൊക്കെ ഉദ്ദേശമുണ്ട്. എന്താണ് അവിടെ എങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെ നോട്ടാണ്, അതായത് ടീച്ചറിനുള്ള നോട്ട്സ് ആണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള നോട്ട്സും കൂടിയാണ് അവസാനം ഷെയ്ഖ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. എങ്ങനെയാണ് ഷെയ്ഖ് ആ കിതാബിന്റെ രൂപം കൊടുത്തിട്ടുള്ളത്, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെ, അതിന്റെ ഒരു രീതി, അതിന്റെ കളർ കോഡിങ്, അതിന്റെ എങ്ങനെയാണ് ഓരോ പാഠങ്ങൾ അദ്ദേഹം അറേഞ്ച് ചെയ്തത്. അപ്പൊ അതിലൊക്കെ എന്താണ്, അതിന് പ്രത്യേകമായി കാരണങ്ങളുണ്ട്, വെറുതെ വെറുതെ ആയിട്ട് അങ്ങനെ കളർ കൊടുത്തതല്ല, അതിനോരോ ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ഇൻഷാല്ല ഈ ഒരു രൂപത്തിൽ തന്നെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ബാബുകൾ എങ്ങനെയാണ് വായിക്കുക, എങ്ങനെയാണ് നമ്മൾ എല്ലാ റൂൾസും അപ്ലൈ ചെയ്ത് തഹജ്ജ് ചെയ്യുക. അപ്പൊ തഹജ്ജ് ചെയ്യുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നെ ഖുർആനിന്റെ വാക്കുകൾ പിന്നെ എളുപ്പത്തിൽ വായിക്കാനും അത് ഒരു കാരണമായിരിക്കും. അപ്പം ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഖായിദ നൂറാനിയ പഠിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കുക. അത് ഇപ്പം 1.5 മാസം 2 മാസം 3 മാസം ആയിക്കോട്ടെ, എങ്ങനെ ആയാലും നമ്മൾ ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ, അതായത് നമ്മളെ അടിത്തറ, നമ്മളെ അടിസ്ഥാനം അത് സ്ട്രോങ് ആക്കാൻ ഒരു കാരണമാണ്. പിന്നെ ഖുർആനിന്റെ പാരായണം സ്ട്രോങ് ആക്കാനാണ്. പിന്നീട് നമുക്ക് അതിന്റെ മുകളിലായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ പണിയാൻ പറ്റുന്നത് അല്ലെ, മറ്റുള്ള നമ്മളിപ്പോ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തജ്വീദ് പഠിക്കുമ്പോഴും അത് നമ്മൾക്ക് വേണ്ടിയും കൂടിയല്ല, നമ്മളിപ്പോ ടീച്ചേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഖായിദ നൂറാനിയ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതും നമ്മൾ അറിയണം. അപ്പൊ അത് വായിക്കാൻ മാത്രമല്ല, എങ്ങനെയാണ് ഈ ബുക്ക് നമ്മൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ എങ്ങനെയാണ് ഫുള്ളായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കുട്ടികൾക്ക് അത് അവതരിപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പൊ ഇൻഷാല്ലാ അത് അവസരം കിട്ടുമ്പോൾ തീർച്ചയായും പിന്നെ അത് പഠിക്കണം, അതിന്റെ പ്രാക്ടീസ് ചെയ്യണം, ടീച്ചറുടെ മുമ്പിൽ അതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അവതരിപ്പിക്കണം. പിന്നെ ഇനി ഇൻഷാല്ല നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഫുർഖാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ ഒക്കെ പഠിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ നോക്കാം ഇൻഷാല്ല. അപ്പം അത്രയും എനിക്ക് പറയാനുള്ളൂ ഇൻഷാല്ല, കൂടുതലായിട്ടൊന്നുമില്ല. ഇനിയിപ്പം ഡീറ്റെയിൽസ് ഇൻഷാല്ല നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചർ പറഞ്ഞു തരുമല്ലോ, എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തരും ഇൻഷാല്ല. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക് നൂറ ഖാലിബ് ടീച്ചർ. അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയ നിധിയാണ് ടീച്ചർ. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ അൽഹംദുലില്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. ഇതില് ഇപ്പൊ വന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് പറയാനുള്ളതാണ്, നിങ്ങൾ ഫൗണ്ടേഷൻ ഇടാതെ നിങ്ങൾ ഒരാളെ പഠിപ്പിക്കാൻ പോകുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടില്ലേ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു, അങ്ങനെ ഒരുപാട് ലെവലിൽ ഞാൻ കയറി വന്ന ഒരാളായതുകൊണ്ട് ഒരുപാട് ആളുകളുടെ മുന്നിൽ പഠിക്കാനിരിക്കുകയും പഠിക്കാൻ കഴിയാതെ പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും പലരും പഠിച്ച ആളുകളായതുകൊണ്ട് അവർക്ക് അതിന്റെ ഒരു ശരിയായ രീതിയിലുള്ള മെത്തേഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അത് മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അറിവ് ഇല്ലാതായി പോകുന്നുണ്ട്. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി നമ്മൾ പരിശ്രമിക്കുന്നത്. പലരും ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മളും ചെറിയൊരു ദീനിന്റെ മാർഗത്തിലുള്ള ഒരു അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമുക്കൊരു ജനങ്ങൾക്ക് അറിവ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിനാണ് ഇങ്ങനെ ഒരു തസ്കിയ ക്ലാസ് വെച്ചത്. അൽഹംദുലില്ലാഹ്. കാരണം നമ്മള് പിന്നെ ഖായിദ നൂറാനിയ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. 3 മാസത്തെ ഖായിദ നൂറാനിയന്റെ ഫൗണ്ടേഷന് കോഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ തിലാവത്ത് ഉണ്ട് 3 മാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ട് 3 മാസം. അങ്ങനെ 9 മാസത്തെ ഒരു കോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത് ഒന്നിച്ച് വെച്ചിട്ടുള്ളത്.
അപ്പൊ നമ്മളിത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖായിദ നൂറാനിയ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിളിക്കുമ്പം പലരും പറയുന്ന ഒരു കാര്യം, എനിക്ക് അറിയാലോ, എനിക്ക് തജ്വീദ് അറിയാലോ, ഞാൻ തജ്വീദ് പഠിച്ചിട്ടുണ്ട്, അപ്പൊ എനിക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നേരിട്ട് കയറിക്കൂടെ എന്ന് ചോദിച്ചിട്ട് വരുന്നവരുണ്ട്. ഓക്കെ, അപ്പം അവരുടെ അടുത്ത് പറയാനുള്ളത്, നമ്മളൊരാൾ കുട്ടീനെ നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു തന്നാല് ആ കുട്ടിക്ക് കൊടുക്കേണ്ട ഇൽമ് ആദ്യം നമ്മൾ ഏൺ ചെയ്യണം അല്ലെ. നമ്മൾ എങ്ങനെയാണ് ആ കുട്ടിനെ എളുപ്പത്തിൽ എങ്ങനെയാണ് എളുപ്പത്തിന്റെ മാർഗമായിരിക്കണം എപ്പോഴും നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത്. ഒരിക്കലും ഒരാൾക്കും ഒരു പ്രയാസമായിട്ടായിരിക്കരുത് നമ്മുടെ ദീന് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അത് ഈസിയാണ് അല്ലെ, ഒന്നുമില്ല, ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ദീനിലേക്ക് എത്തിക്കഴിഞ്ഞു ആളുകൾ. പിന്നെ അവിടെ ഖുർആനും ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധമാണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് എന്ത് സംസാരിക്കുന്നു, എന്നോട് എന്താണ് പറയാനുള്ളത് എന്റെ റബ്ബിന് എന്നറിയലാണ് ഖുർആൻ അല്ലെ. നമ്മുടെ എല്ലാവരുടെയും നിയ്യത്ത് അതാണ്. എന്റെ റബ്ബ്, നമുക്കൊരു പ്രയാസം വന്നാല്, ഒരു വിഷമം വന്നാല് നമ്മൾ ആദ്യം ചെയ്യൽ എന്താണ്? അവിടെ ആ സമയത്ത് നമ്മൾ ഖുർആന് പെട്ടെന്ന് തുറന്നു നോക്കലാണ്. ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. നമുക്കൊരു പ്രയാസം, ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആദ്യം ഖുർആൻ എടുത്തിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഭാഗം മറിക്കലാണ്. മറിച്ചിട്ട് അവിടെ എന്താണ് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞത് എന്ന് നോക്കും. അവിടെ എനിക്കുള്ള ആൻസർ ഉണ്ടാവും അവിടെ. അങ്ങനെയാണ് ഖുർആന്റെ മോജിസത്ത്, അതാണ്. അപ്പൊ ആ ഖുർആന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുകളെ വിളിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും എളുപ്പത്തിന്റെ മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ പലർക്കും പല ഭാഗങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന ആളുകളായിരിക്കും. അപ്പൊ അവര് ഇടയിലായിരിക്കും, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതിന് തജ്വീദായിരിക്കും പഠിച്ചു വന്നിട്ടുണ്ടാകുക. അപ്പൊ അവർക്ക് ആ തജ്വീദും ഇതൊക്കെ പഠിച്ചു വന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും അവർക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലാണ്. സുബ്ഹാനല്ലാഹ്, പഠിക്കാത്തത് കൊണ്ടല്ല, നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടല്ല നിങ്ങളോട് പറയുന്നത്. പക്ഷെ ഈ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചാൽ, ഫൗണ്ടേഷൻ ഇട്ടിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല്, സുബ്ഹാനല്ലാഹ്, ഞാൻ പഠിച്ച ഒരാളായതുകൊണ്ട് പറയാണ്, എനിക്ക് എന്തൊരു കോൺഫിഡൻസ് ആണെന്നറിയോ. എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് ഏത് സമയത്ത് വന്നിരുന്നാലും എനിക്ക് ആ ഒരു ബേസിക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ബേസിക് കൊടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഒരു തജ്വീദ് പഠിച്ച ആളുകളാണെങ്കിൽ പോലും ഒരു ഖായിദ നൂറാനിയ പഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. അതൊരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഒരിക്കലും പറയുന്നില്ല ഇവിടെ തന്നെ നിങ്ങൾ പഠിക്കണം എന്നല്ല പറയുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ ഫുർഖാൻ സെന്റർ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു ടീച്ചർ. എവിടുന്നായാലും നിങ്ങൾ ദീന് പഠിക്കുമ്പം അതിന്റെ ഫൗണ്ടേഷൻ ഇട്ട് ഏറ്റവും നല്ല രീതിയിൽ അത് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ ഒരു ഹയസ്റ്റ് ലെവലിൽ നിങ്ങൾ നിന്നിട്ട് താഴത്തോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടി ഏത് ലെവലിലാണെന്ന്. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടി ബേസിക് ലെവലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബേസിക് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടി കുറച്ചൊരു ഒരു ബേസിക് വിട്ട് ഒരു അഡ്വാൻസ് ലെവലിലാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ പല സ്ഥലത്തും പലതും പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ബേസിക്കും അറിയില്ല, അഡ്വാൻസും അറിയില്ല, നമുക്ക് എന്തൊക്കെയോ അറിയാം, എന്നാലും ഒന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുറിവൈദ്യന്റെ സ്വഭാവത്തിലായിരിക്കും നമ്മൾ പെരുമാറുക ആളുകളുടെ അടുത്ത്. പിന്നെ അവര് വായിക്കുന്നത് ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ ഹാർഷായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കും. നമ്മള് പിന്നെ ഇത്രയും ഇപ്പോഴും മനസ്സിലായില്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുക അവരെ മുഖത്തേക്ക്. പക്ഷെ ഈ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചു വന്നാൽ, ഈ ഒരു ലെവലിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് നിങ്ങൾ കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, നിങ്ങൾ അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടീച്ചറായിട്ടായിരിക്കും നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ ഇരിക്കുക. അങ്ങനെ വേണം. നമ്മളെപ്പോഴും നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ മാത്രമാണ് ആളുകൾ ഒരു ശരിയായ റൂട്ടിലൂടെ കയറി വരാതെ പലരും പല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട് അല്ലേ. ഡോക്ടർ ഭാഗത്തിന് പഠിക്കുമ്പോഴും 5 വർഷത്തെ പഠനം എന്ന് പറഞ്ഞാൽ അതിനൊരു ബേസിക് ആണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെയാണ് അവർ കയറി വരുന്നത്. അല്ലാതെ ഒരു ഡോക്ടറായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കയറി വരാൻ പറ്റില്ല. അതിനൊരു മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ദീന് പഠിക്കുന്നതിനും അതേപോലെ ദീന് പഠിക്കുന്നതിനുള്ള ഖുർആൻ പഠിക്കുന്നതിന് ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക വേണം. അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്കായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലായിട്ട് ഇരിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു ഖായിദ നൂറാനിയ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനെ തെരഞ്ഞ് നടന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ ആ ഒരു പ്രയാസഘട്ടം നമ്മൾ മനസ്സിലാക്കിയത്. ഇതിലുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ടീച്ചറെ നമ്മൾ ആ ടീച്ചറൊക്കെ ഒരു ടീച്ചറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഖായിദ നൂറാനിയ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിനെ നോക്കിയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയും. നമ്മൾ ഇന്റർവ്യൂ ടൈമിൽ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക്
അവര് പഠിച്ചിട്ടുണ്ട്, അവര് കേട്ടിട്ടുണ്ട് എന്നോ അവര് ഒരു ഒരു പഠിത്തം നമ്മള് ഉസ്താദുമാര് അതായത് പിന്നെ റിജാൽ ബാച്ചിലേക്ക് നമുക്ക് ഒരു ഖായിദ നൂറാനിയെ അറിയുന്ന ഒരു ടീച്ചറിനെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ടൈമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ ഇന്റർവ്യൂ ചെയ്തു, ആർക്കും ഖായിദ നൂറാനിയെ ശരിയായ രീതിയിൽ തഹജി അനുസരിച്ച് വായിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിന്റെ പ്രാധാന്യം അറിയാതെ ഇരിക്കുന്ന ആളുകളാണ് ഈ അധിക ആളുകളും എന്നുള്ളത് കൊണ്ടാണ് ഇത് ശരിക്കും നിങ്ങള് പഠിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ഇതിന്റെ ഉള്ളിലുള്ളവരാണെങ്കിലും അവര് ശരിക്കും ഇതിനെ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ പഠിക്കണം, ശരിയായ രീതിയിൽ നിങ്ങൾ റൂട്ടിൽ നിന്ന് പഠിക്കണം. അതായത് നിങ്ങൾ ആ ഒരു ബേസിക് നിന്ന് പഠിക്കണം. നിങ്ങൾക്കൊന്നും അറിയാത്ത ലെവലിൽ തന്നെ നിങ്ങളൊരു ടീച്ചറിന്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഉയരണം. കാരണം ഇത് അധികം കാലമൊന്നും എടുക്കൂല. 3 മാസത്തെ ഒരു കോഴ്സാണ് ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തഹജി അനുസരിച്ച് നമ്മൾ ഓതാനാണ് പഠിക്കുന്നത് അതിന്റെ അടുത്ത 3 മാസം. അത് പക്ഷെ അത് തജ്വീദ് കുറച്ച് പഠിച്ച ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഈ ബേസിക് പഠിക്കല് തജ്വീദ് പഠിച്ച ആളുകൾക്ക് പോലും ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ അവര് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അവര് വിചാരിക്കുന്നത് ഇതെന്തോ അവരെ പിന്നെ സമയം എന്താ നീട്ടി വലിച്ചു കൊണ്ടുപോവാണ് എന്നുള്ള രീതിയിലാണ് കാണുക. ഇതിൽ പഠിക്കാൻ വരുന്ന കുട്ടികളാണെങ്കിലും നമ്മള് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ലെസൺസ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ഒരു ബോറടിക്കുന്ന മാതിരി അവര് ഇതൊക്കെ എനിക്ക് അറിയണേയില്ല, അലിഫും ബാവും താവും ഒക്കെ ഞാൻ എപ്പോഴോ പഠിച്ചതല്ലേ, ഇതിനാണ് അപ്പൊ ഈ 3 മാസത്തെ കോഴ്സിനാണ് എന്നെ വിളിച്ചത് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു നോട്ടമുണ്ട്. അവർക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇതിന്റെ പ്രാധാന്യം എന്താണെന്നോ ഇത് എന്തുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഗുണം എന്താണെന്ന് പോലും അറിയുന്നില്ല. അപ്പൊ നമ്മള് ഇത് കഴിഞ്ഞിട്ട് നമ്മള് 3 മാസത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കൊടുത്തു. അതിൽ വന്നിരുന്നവര് ഒരുപാട് ആളുകള് തജ്വീദ് പഠിച്ച ആളുകളാണ്. പക്ഷെ അവർക്ക് ഖായിദ അറിയില്ല. പക്ഷെ അവരെ വിചാരിക്കുന്ന ഖായിദ എന്ന് പറയുന്നത് അതൊരു ആവശ്യമുള്ള ഒരു കാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നവരായിരുന്നു അതിലുണ്ടായിരുന്ന മിക്കവാറും ആളുകൾ. പക്ഷെ അവർക്ക് അതിന്റെ ബേസിക് കൊടുത്തിട്ടാണ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്ക് അവരെ കൊണ്ടുപോയത്. പക്ഷെ അവർ ഇന്ന് ആ അനുഗ്രഹത്തിനെ കുറിച്ചിട്ട് അവർ എന്തായാലും അവര് നന്ദി പറയുന്നുണ്ടാവും. കാരണം അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണത്. ആ അനുഗ്രഹം നിങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കണം. നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാനുള്ള ശരിക്കുള്ള നിങ്ങളുടെ ഒരു ബേസ് ആണത്. ആ ബേസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. എവിടുന്നാണെങ്കിലും നിങ്ങൾ ആ ബേസിലേക്ക് വരണം. തജ്വീദ് പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ തജ്വീദൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഓരോ ടീച്ചേഴ്സ് ഇങ്ങനെ തജ്വീദ് റൂൾസ് ആണ് ഇങ്ങനെ അയച്ചു തരാം. നമുക്കത് ഭയങ്കര ഒരു ഇടങ്ങേറ് പോലെയാണ്. തജ്വീദ് റൂൾസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ തജ്വീദ് റൂൾസിലേക്ക് തന്നെ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കതോട്ടൊന്നും മനസ്സിലാവൂല. അവര് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് ഇന്നും തജ്വീദ് പഠിച്ച ആളുകളുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പോഴും അവർക്ക് കൺഫ്യൂഷൻ ആണ്. തജ്വീദിന്റെ റൂൾസ് ശരിക്കും കറക്റ്റ് ആയിട്ട് ആ ഒരു മെത്തേഡിൽ പഠിക്കാത്തത് കൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ 3 മാസത്തെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ തജ്വീദിന്റെ ബേസിക്കും ഒരു ജസ്റ്റ് അഡ്വാൻസ് ലെവലിലേക്ക് അത് എത്തും. അത്രയും തജ്വീദ് റൂൾസ് ഇതിൽ കവർ ചെയ്ത് പോകും. അതും കറക്റ്റ് ആയിട്ട് മെത്തേഡിൽ ഓരോ ദിവസം ഓരോന്ന് മാത്രമേ പഠിപ്പിക്കുള്ളൂ. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് ഷെയ്ഖ് പറഞ്ഞു തന്നുകൊണ്ട് തന്നെ നമുക്ക് എത്ര തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാനൊക്കെ ശരിക്കും ഈ ഖായിദ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഞാൻ അറിയാത്തൊരു മേഖലയായിരുന്നു. ഇന്ന് വരെ ഞാൻ അറിയാത്തൊരു മേഖലയിലേക്കാണ് പെട്ടെന്ന് ഞാൻ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു. ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പഠിച്ചത് ഒരു പൂർണ്ണമാവാത്ത പോലെ. എപ്പോഴും തജ്വീദൊക്കെ ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്, ഓതുന്നുണ്ട്, പക്ഷെ എനിക്ക് പൂർണ്ണത കിട്ടാത്ത പോലെ ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഖായിദ പഠിച്ചു കഴിഞ്ഞപ്പം ഈ ഒരു ഖായിദ നൂറാനിയെ വെച്ച് ഞാൻ 3 മാസത്തെ കോഴ്സ് എൻ്റെ ടീച്ചറിന്റെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിനൊരു പൂർണ്ണത തോന്നിയത്. എനിക്ക് ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പൊ ആളുകളുടെ മുന്നിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. അല്ലെങ്കിൽ ഒരു ഭയങ്കര ഉള്ളിൽ ഒരു ചെറിയൊരു പേടിയാണ്. ശരിയല്ലേ, ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷെ ഇതോട് കൂടിയിട്ട് എനിക്ക് ആ ഒരു ഫീലേ മാറിക്കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോലും. കാരണം എനിക്ക് പോലും അറിയില്ലായിരുന്നു ഇങ്ങനൊരു പഠന മേഖല ഉണ്ട് എന്നുള്ളത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതാ, നിങ്ങള് തജ്വീദ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഖായിദ വെച്ചിട്ട് പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. കാരണം എങ്കിൽ
രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരാളെ പഠിപ്പിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് നമ്മൾ ശരിയായ പൂർണ്ണതയിൽ എത്തിയാലേ നമുക്ക് മറ്റൊരാളെ പഠിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അത് സത്യമാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ കളവ് പഠിപ്പിച്ച പോലെ ഒരു ഫീല് വരും. നമ്മൾ തെറ്റാണ് പഠിപ്പിക്കുന്നത് ദീനില് എന്നുള്ളൊരു ഉള്ളിന്റെ ഉള്ളിലൊരു ഞാൻ ശരിയല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ടീച്ചേഴ്സ് ഇതിലുണ്ടാവും. ഇതിൽ പല ടീച്ചേഴ്സ് ഉണ്ടാവും. അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും ശരിയെന്നല്ലേ ഞാൻ പഠിപ്പിച്ചത് എന്നുള്ളൊരു ഫീല്. പക്ഷെ കായിക വെച്ചിട്ട് നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഉണ്ട്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ തജ്വീദ് റൂൾസ് ഫുള്ള് അതില് മിക്കവാറും നമ്മൾ കവർ ചെയ്ത് പോകും. സിഫാത്തുകൾ മാത്രമേ പിന്നെ ഒരു പെൻഡിങ് ആയിട്ട് വരുള്ളൂ. അതില് റാന്റെ നിയമം മാത്രമേ അതില് പെൻഡിങ് ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് 3 months തന്നെ കവർ ചെയ്ത് പോകും. അപ്പം എല്ലാവരും അതിനു വേണ്ടിയിട്ട് പഠിക്കുക. ഇവിടുന്ന് അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പഠിച്ചവരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കുട്ടികളെ ഒന്നാം ക്ലാസ് മുതൽ ഒരു 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഇതില്. അപ്പം അവര് ശരിക്കും ഇത് പഠിക്കണം. ഈ ഒരു പഠനത്തിലേക്ക് നിങ്ങൾ എന്തായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ. നമ്മൾക്ക് ഈ മദ്രസകൾ ഉണ്ട്. ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് അവരുടെ കുട്ടികളുടെ പാരന്റ്സ് പറയുന്നതാണ്. നല്ല ടീച്ചേഴ്സ് ആയിരിക്കും. അവർ നല്ലപോലെ പാരായണം ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളുടെ പാരന്റ്സ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചറൊക്കെ നല്ലതാണ്, നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, അറബിയും ബാക്കിയുള്ള എല്ലാ ഇതും ഉണ്ട്. പക്ഷെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ടീച്ചറെ കുറച്ച് ഒരു ചെറിയ മിസ്റ്റേക്സ് വരുന്നുണ്ട് എന്ന്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു അപമാനം പോലെ തോന്നും. പക്ഷെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് ആ ഒരു പഠിപ്പിക്കേണ്ട ഒരു മെത്തേഡ് അവര് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് പകുതിയിൽ നിന്ന് വെച്ചിട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് അത് പറഞ്ഞ് ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ അയക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ അവസ്ഥ എന്താന്ന് മനസ്സിലാക്കണം. നമ്മൾ എവിടെയാ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മളാണ് ഉൾക്കാഴ്ചയിൽ എത്തേണ്ടത്. നമുക്കാണ് അറിവ് വരേണ്ടത്. ഞാൻ ഏത് സ്ഥലത്താണ് ഇപ്പം ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 1 മുതൽ 10 വരെ ഒരു നമ്പർ ഇട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഖുർആന്റെ കാര്യത്തിൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. നമ്മളൊരു 5ന്റെ ലെവലിലെങ്കിലും എത്തിയാൽ മാത്രമേ നമ്മൾ ഒരാളെ പഠിപ്പിക്കാനുള്ള ക്വാളിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇത് വേറൊരാൾ വന്നിട്ട് നമ്മളോട് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിലും വലിയൊരു അപമാനം വേറെയില്ല. ദീനിന്റെ കാര്യത്തില് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ കാര്യത്തില് ടീച്ചറുടെ ഖുർആന് പാരായണം ചെയ്യുന്നതില് തെറ്റുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നതുണ്ടല്ലോ, അതാണ് ഒരു ടീച്ചർക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ദുനിയാവിൽ വെച്ചിട്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപമാനം അതാണ്. കാരണം ഒരു കുട്ടികളുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് ടീച്ചർ ഓതുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതൊരിക്കലും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഏത് ടീച്ചേഴ്സ് നമ്മുടെ കൂട്ടത്തിലുള്ളതായാലും പുറത്തുനിന്നുള്ളതായാലും ആര് തന്നെ കേൾക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരാളെ പഠിപ്പിക്കണോ, നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടിരിക്കണം. അല്ലാതെ നിങ്ങൾ പോയിട്ട് ഖുർആനെ പഠിപ്പിക്കാൻ പോകരുത്. ദയവ് ചെയ്തിട്ട് റബ്ബിന്റെ കലാമ് പഠിപ്പിക്കുമ്പം നമുക്കൊരു ക്വാളിറ്റി വെക്കണം. നമുക്ക് സ്വയം നമ്മളൊരു ക്വാളിറ്റി വെക്കണം. ആ ക്വാളിറ്റിയിലേക്ക് നിങ്ങൾ ഉയരണം. നിങ്ങളാണ് അറിയേണ്ടത് അതിനെക്കുറിച്ച്, അല്ലാതെ വേറൊരാൾ നിങ്ങളുടെ അടുത്ത് പറയേണ്ടതല്ല. അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഒരിത്തിരി സമയം സ്പെൻഡ് ചെയ്താൽ മതി. ഒരു ദിവസം അരമണിക്കൂർ എങ്കിലും നിങ്ങൾ ഇപ്പൊ പഠിച്ചവരാണെങ്കിൽ പോലും കായികന്റെ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ഇതുണ്ട്, ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ കായിക വായിച്ച് പഠിക്കണം. തുടക്കം മുതൽ നിങ്ങളൊന്ന് കായിക വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പരിശ്രമിക്കുക. അത് കുട്ടികൾക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾക്കും ഭയങ്കര ഒരു നല്ലൊരു ഒരു പിന്നെന്താ പറയാ, ഒരു കവിത പറയുന്ന മാതിരിയാണ് ആ കായികന്റെ പാരായണ ശൈലി എന്ന് പറയുന്നത്. അത് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വേഗത്തിൽ പഠിച്ചു മുന്നേറും. അതാണല്ലോ നമുക്ക് വേണ്ടത്. ഇനി വരാൻ പോകുന്ന ഒരു തലമുറക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കേണ്ട ദീനാണ് നമ്മുടെ ദീന്. നമ്മുടെ ദീന് ഒരിക്കലും ഒരു സ്ഥലത്ത് സ്റ്റോപ്പായി പോകാൻ പാടില്ല. ഞാൻ അതിന്റെ ഒരു വാഹകരായിരിക്കണം. നിങ്ങളും എല്ലാവരും അതിന്റെ ഒരു വാഹകരായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ വരണം. നമ്മുടെ ഉള്ളിൽ വരേണ്ട ഒരു കാര്യമാണിത്. ഞാന് എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ദുനിയാവിൽ ചെയ്തു വെച്ച ഒരു അമല് എന്ന് വെച്ചിട്ട് വേണം പോകാൻ. മുപ്പടുത്ത് ഞാനൊരു ഷെയ്ഖിന്റെ ഒരു ക്ലാസ്സിൽ കേട്ടതാണ്, നമ്മുടെ മക്കൾക്ക് ഒരു ഉമ്മയും വാപ്പയും അവരായിരിക്കണം ആദ്യമായിട്ട് ഫാത്തിഹ പഠിപ്പിക്കേണ്ടത് എന്ന്. സുബ്ഹാനല്ലാഹ്, എത്ര സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഫാത്തിഹ എന്ന് പറയുന്നത് അത് ഒരു ടീച്ചറിന്റെ കീഴിൽ ഇരുന്ന് പഠിക്കേണ്ട എല്ലാ മക്കളെന്ന് ഒരു ഉമ്മയാണ് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കാരണം എന്താണ്, ആ മകന്
ഖബറിലേക്ക് എത്തുന്നത് വരെ പിന്നെ ആ ഫാത്തിഹ ഇല്ലാത്തൊരു ദിവസമില്ല അല്ലെ. ആ ഫാത്തിഹ ഇല്ലാതെ ഒരു ദിവസം പോകൂലല്ലോ. ഒരു 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 മുസ്ലിമിന് ഒരു ഫാത്തിഹ ഇല്ലാത്തൊരു ദിവസം ഇല്ലല്ലോ. അപ്പൊ അത്രയും അവന് ജീവിച്ച അത്രയും എത്ര കൊല്ലം, 60 കൊല്ലം ജീവിച്ചാണെങ്കിൽ ആ 60 കൊല്ലത്തെ അമലാണ് ആ ഉമ്മാക്ക് വാപ്പാക്ക് വരുന്നത്. അപ്പം ഫാത്തിഹ ആയിരിക്കണം ഒരു ഉമ്മയും വാപ്പയും മക്കൾക്ക് കൊടുക്കേണ്ട അമലിലെ ഏറ്റവും വലിയ അമൽ അതാണ്. അപ്പൊ ആ അമല് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ മകനെ എന്തായാലും ആ മകന്റെ മകനെ പഠിപ്പിക്കുമല്ലോ അത്, അല്ലേ? ആ മകന്റെ മകനെ പഠിപ്പിക്കൂലേ? ഇത് ഒരിക്കലും അവസാനിക്കാത്തൊരു അമലായിട്ട് അത് പോവുകയാണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികള്, നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികള്, ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ദറജ എത്ര ഉയരത്തിലാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. ആകാശം കടന്നു പോകും അതിന്റെ അമലിന്റെ ആ ഒരു വലിപ്പം. കാരണം ദുനിയാവിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആ കുട്ടിയുടെ പരമ്പര മുഴുവനും നിങ്ങൾ പഠിപ്പിച്ച പഠനമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം അത്രയും വലിയൊരു ക്വാളിറ്റിയിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരു 3 മാസം കുറച്ച് സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റൂലേ? അതാണ് എന്റെ ചോദ്യം. ഞാൻ ചോദിച്ചത് അതാണ്. ഇത്രയും വലിയൊരു അമല്, ആകാശം കടന്നു പോകുന്ന ഒരു അമല്, ആ അമലിലേക്ക് എത്താന് ഒരു ജസ്റ്റ് ഒരു 3 മാസം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റൂലേ? നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂലേ അത് എന്ന് നിങ്ങൾ തന്നെ സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങൾ സമയം കണ്ടെത്തിയേ മതിയാവും. എല്ലാവരും പറയും സമയമില്ല. സമയം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അതിന് പരിശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് സമയം കിട്ടാത്തത്. സമയം എല്ലാവർക്കും ഉണ്ട്. ആരുടെയും സമയം 24 മണിക്കൂർ അല്ലാത്തൊരു സമയം ഇവിടെ ഇല്ല. ഏതൊരു വലിയ ബിസിനസ്സുകാരനെ നോക്കിയാലും അയാൾക്കും 24 മണിക്കൂറാണ്. അയാളും ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കുട്ടിനോട് ചോദിച്ചാൽ ആ കുട്ടിക്കും കിട്ടിയത് എന്താണ്? 24 മണിക്കൂറാണ്. എന്ത് നമ്മൾ ചെയ്തു? 4 മണിക്കൂറിൽ എന്ത് ചെയ്തു? എങ്ങനെ അത് നമ്മളെ സമയത്തെ നമ്മള് ഉപയോഗപ്പെടുത്തി? ഇതാണ് ചോദ്യം. അത് തന്നെയാണ് നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സമയം? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തി? അതല്ലേ റബ്ബ് ചോദിക്കുക. ഒരാളുടെയും അമൽ വെച്ചിട്ടല്ല നമ്മൾ ആ അമലിനെ അളക്കുക അല്ലെ? അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി? നിങ്ങളോട് ഇന്ന് ചോദിക്കുക. നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക. കാരണം നാളെ എന്റെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തണം. നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ട് വേണം ദുനിയാവിന്ന് പോകാൻ. ഒരിക്കലും നമ്മൾ ദുനിയാവിന്ന് ഇറങ്ങി പോകുമ്പം ഞാനൊന്നും ചെയ്തില്ല എന്നുള്ളൊരു പലരും പറയും പെട്ടെന്നായിരുന്നു മരണം. നമ്മള് ഓരോരുത്തർ മരണപ്പെട്ടതിനെ പറ്റി പറയുന്നത് പെട്ടെന്നായിരുന്നു ട്ടോ. ആലോചിക്കുമ്പോ ഒരു എന്താലേ, എത്ര പെട്ടെന്നല്ലേ, ഇന്നലെ കണ്ട ഒരാൾ ഇന്ന് എത്ര പെട്ടെന്ന് അയാൾ മരണപ്പെട്ടു പോയതല്ലേ. അല്ല, ഒരു കുട്ടിക്കായാലും ഒരു 63-70 വയസ്സ് കിട്ടിയ ഒരാൾക്കായാലും മരണം എന്ന് പറഞ്ഞത് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടത്. അപ്പൊ നമ്മൾ ആ സമയം ഉപയോഗപ്പെടുത്തിയത് മാത്രമേ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുള്ളൂ. അല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ട് നമ്മൾ അമലൊന്നും ചെയ്യാതെ നമ്മൾ ദുനിയാവിന്ന് പോയി, അതുകൊണ്ട് നാളെ പരലോകത്ത് എനിക്കുള്ള ഹിസാബ് കുറയും. ഇല്ല, എല്ലാവർക്കും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കും ഹിസാബ്. 60 വയസ്സ് കിട്ടിയ ഒരാൾക്കാണെങ്കിലും 3 വയസ്സ് ആണെങ്കിലും എല്ലാവർക്കും കിട്ടിയത് സമയം കറക്റ്റ് തന്നെയാണ്. അവരത് ഉപയോഗപ്പെടുത്തിയതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പെട്ടെന്ന് ഒരാൾ മരണപ്പെട്ടു എന്ന് ഇപ്പൊ പറയല്ല. അയാൾ ആ ഒരു കാലഘട്ടത്തിന്റെ ഉള്ളിൽ അയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ദുനിയാവിൽ ചെയ്തു പോയോ? അത് മാത്രമേ അയാൾക്ക് അറിയേണ്ടതുള്ളൂ. കാരണം ദുനിയാവിൽ ഇട്ടിട്ട് പോകുന്ന വസ്തുക്കള് ചിലപ്പോൾ ഭർത്താവായിരിക്കും, ഭാര്യയായിരിക്കും, മക്കളായിരിക്കും. ഞാൻ ഇന്ന് വരെ ഒരാളെയും കണ്ടിട്ടില്ല ഭർത്താവും ഭാര്യയും മക്കളും മരിച്ചിട്ടൊന്നും പിന്നെ ദുനിയാവിൽ ജീവിക്കാതെ പോയ മനുഷ്യന്മാരെ. എല്ലാവരും ജീവിക്കും. ഏറിക്കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ മൂവ് ഓൺ, പോയേ മതിയാവും, നടന്നേ മതിയാവും. നമുക്ക് ഭക്ഷണം കഴിക്കണം, നമുക്ക് വെള്ളം കുടിക്കണം, നമ്മൾ അടുക്കളയിൽ കയറി പണിയെടുക്കേണ്ടി വരും, നമുക്കുള്ളത് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും. ഇത് ദുനിയാവിന്റെ ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ ജീവിച്ചേ മതിയാവും. നമ്മൾ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെ പിന്നാലെ പോകുന്നില്ലല്ലോ നമ്മള്. നമുക്ക് നമ്മുടെ ജീവിതം പിന്നെയും തുടങ്ങണം. അവരാണ് വിഷമിക്കേണ്ടത്. കാരണം എന്താണ്? അവര് ദുനിയാവിന്ന് പോകുന്നതോട് കൂടിയിട്ട് എന്തായി? അവർക്ക് ദുനിയാവിലെ അമലുകളൊക്കെ അവരത് അവസാനിച്ചു. ഭാര്യമാര് ഏത് സമയവും ഭർത്താവിന് വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുവോ? ഇല്ല. മക്കൾ ഏത് സമയവും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ല, അവരവരുടെ ജീവിതവുമായിട്ട് മൂവ് ഓൺ ആവും. അതിന്റെ ഇടയിൽ ഓർമ്മ വരുമ്പോ നമസ്കാരത്തിലൊക്കെ ദുആ ചെയ്യും. അത്രേ ഉള്ളൂ. ആ ഒരു അമല് മാത്രമേ പിന്നെ നമുക്ക് തിരിച്ചു മടങ്ങുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത അമല് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്തു വെച്ച അമലുകള്. ആ അമലുകള്
ഉറപ്പായിട്ടും, അതും ദീനിന്റെ കാര്യത്തിലുള്ള അമല്, അത് ഉറപ്പായിട്ടും എല്ലാവരും കുറച്ചെങ്കിലും നേടിയെടുക്കണം. കുറച്ചെങ്കിലും എനിക്ക് എന്റെ 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 റബ്ബിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ദുനിയാവിൽ ചെയ്തു വെക്കണം എന്നുള്ളത് എല്ലാവരും മനസ്സിൽ നെയ്യത്ത് വെക്കണം. എങ്ങനെയും അതും ചെറിയ മക്കളെ പഠിപ്പിക്കുന്നതിലായിരിക്കണം നെയ്യത്ത് വെക്കണം. കാരണം അതാണ് ഏറ്റവും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അമൽ അതാണ്. മക്കളെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ അമല്. വലിയ വലിയ ആളുകളെ പഠിപ്പിക്കുന്നതിനേക്കാളും അമല് കൂടുതൽ കിട്ടുന്നത് മക്കളെ പഠിപ്പിക്കുന്ന ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിലാണ്. കാരണം അവര് ഫിത്രത്താണ് അല്ലെ, ഒന്നുമില്ല. അവരുടെ മനസ്സെന്ന് പറയുന്നത് അത്രയും പ്യുവർ ആയിട്ടുള്ള മനസ്സാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പം നമ്മൾ ഇനി എത്ര തന്നെ കുട്ടികളെ പഠിപ്പിച്ചാലും കുട്ടികൾ പറഞ്ഞു എന്റെ ടീച്ചർ പറഞ്ഞത് അതാണ് ശരി. നമ്മൾ ABCD പറയുമ്പം A B ഇങ്ങനെയല്ല മമ്മ വായിക്കേണ്ടത്, എന്റെ ടീച്ചർ പറഞ്ഞ രീതിയിലാണ് വായിക്കേണ്ടത്. അത്രയും അവര് നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഒരു ടീച്ചറിനെ അത്രയും മക്കൾ വാല്യൂ ചെയ്യുന്നുണ്ട്. ആ ടീച്ചർ എന്ന് പറയുന്നത് അവരുടെ ഹൃദയമാണത്. ടീച്ചർ പറഞ്ഞതാണ് ശരി, ടീച്ചർ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ. ഒരു ഉമ്മ പറഞ്ഞു കൊടുത്താലൊന്നും ആ കുട്ടി പിന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. ടീച്ചർ പറഞ്ഞതാണ് ശരി, ടീച്ചർ വായിച്ച രീതി അതാണ് ശരി. അപ്പൊ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പം ആ കുട്ടികളെ കളവ് പഠിപ്പിക്കാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ വഞ്ചനയാണ് നിങ്ങൾ ആ കുട്ടികളോട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് മറ്റൊരാളെ പഠിപ്പിക്കുക. എല്ലാവരും വരും മദ്രസ ടീച്ചർ ആവാൻ ആഗ്രഹം പറഞ്ഞിട്ട്, എല്ലാവരും വരും. അങ്ങനെ എനിക്ക് ചെറിയൊരു ജോലി തരും ടീച്ചറെ, ഒരു മദ്രസ ടീച്ചർ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിപ്പിച്ചാൽ മതി എന്ന് പറയും. എന്താ അവരെ യോഗ്യത? അവർക്ക് കുറച്ച് ഖുർആൻ അറിയാം, കുറച്ച് പിന്നെ 10-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 പഠിച്ചിട്ടുണ്ട്, അതാണ് അവരെ യോഗ്യത. അവർ സ്വയം തിരിച്ചറിയുന്നില്ല, ഞാൻ ഈ ഒരു കുട്ടിനെ പഠിപ്പിക്കാൻ പോയി ഇരിക്കാൻ എനിക്ക് വേണ്ടുന്ന യോഗ്യത ഞാൻ നേടിയിട്ടുണ്ടോന്ന് അറിയാതെയാണ് അവർ വരുന്നത്. അവരെ മനസ്സിൽ ആ ഒരു സാലറി ആയിരിക്കും അവരുടെ മനസ്സിൽ. പക്ഷെ അവര് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് എന്ത്? അറിവില്ലാത്ത ഒരാള്, ജാഹിലിയത്തിലുള്ള ഒരാള് ഒരു കുട്ടിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തിന്മ വരാനേ പാടില്ല. അത് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഇപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ടീച്ചറിനെ എടുക്കുമ്പോൾ നമ്മളെ കണ്ണിൽ അവർ വന്ന് നോക്കുമ്പോൾ അവരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയോ ഖുർആൻ പാരായണം ചെയ്യിപ്പിച്ച് നോക്കും, ഓക്കെയാണ്, നമ്മൾ ക്ലാസ്സിലേക്ക് എടുക്കും. പക്ഷെ അവരുടെ ആ ഫൗണ്ടേഷൻ ഇടാതെ അവർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു ക്ലാസ് റൂമിൽ കയറിയിട്ട് അവർ പഠിപ്പിക്കുന്നത് വിഡ്ഢിത്തരായിരിക്കും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നമ്മളിൽ നിന്ന് നമ്മൾ ആ ഒരു അറിവ് എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ പോകാൻ പാടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പരിശ്രമിക്കേണ്ടി വരും, കുറച്ച് പൈസ ചെലവാക്കേണ്ടി വരും. പക്ഷെ അത് നിങ്ങൾക്ക് ഹൈറല്ലാതെ ഒന്നും കൊണ്ടുതരില്ല. സത്യമായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് ഒരു രൂപ നിങ്ങൾ ചെലവഴിച്ചാല് ദുനിയാവെന്ന് തന്നെ ഇതിലുള്ള ടീച്ചേഴ്സിനോട് മുഴുവൻ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് ഒരു രൂപ നിങ്ങൾ ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ച് ദുനിയാവിന്ന് നിങ്ങൾക്ക് അതിന്റെ 100 ഇരട്ടി കിട്ടിയിട്ടില്ലേ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു. ഇതിൽ പഠിച്ച ടീച്ചേഴ്സ്, ഇതിൽ ഇറങ്ങിയ ആളുകൾ ഒരുപാടുണ്ടാവും. അവര് പൈസ ചെലവാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ ചെലവാക്കിയിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, അവർ അതിന്റെ എത്രയോ ഇരട്ടി 2-3 മാസം കൊണ്ട് അവർ തിരിച്ചു മടങ്ങിയിട്ടുണ്ട്. അവർക്ക് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവഴിച്ചാല് അത് മടങ്ങാതെ നിങ്ങൾ ദുനിയാവിന്ന് പോകില്ല. നിങ്ങൾ അത് കണ്ണുകൊണ്ട് കാണാതെ പോകില്ല. അത് പണം കൊണ്ടുള്ള വാല്യൂ ചെയ്യുന്ന സാധനം ട്ടാ, അത് തിരിച്ചു മടങ്ങും. പക്ഷെ അള്ളാന്റെ മുമ്പിൽ വേറെ ഉണ്ടാവും. നാളെ പരലോകത്ത് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത വസ്തുക്കളാണ് അല്ലെ. നമുക്കറിയ പോലും ഇല്ല എന്താണ് അതെന്ന് പോലും അറിയില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും അറിയില്ല. ഇന്നലെ ആരോ ചോദിച്ചു, ഒരു ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദിച്ചാ, അതായത് നമുക്ക് ദുനിയാവില് പരലോകത്ത് നമുക്ക് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭർത്താക്കന്മാരെ ചിന്തിക്കാൻ പറ്റുമെന്ന്. നല്ല നല്ല ഭർത്താക്കന്മാരെ കുറിച്ച് നമുക്ക്, കാരണം അവിടെ ഹൂർലിങ്ങൾ ഉണ്ടാവില്ല ആണുങ്ങൾക്ക്. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത ഒരു ലോകമാണത്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ദുനിയാവിൽ നമ്മളിപ്പം സ്വിറ്റ്സർലൻഡിൽ പോയി നോക്കണം, എന്തൊരു ഭംഗിയാണല്ലേ. ഭൂമിനെ അള്ളാഹ് ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ലോകം ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയാണ് അല്ലെ. ഭൂമി തന്നെ ഭംഗിയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയണേ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത എന്ന് പറയുമ്പം നമ്മൾ റബ്ബിനെ ട്രസ്റ്റ് ചെയ്തേ മതിയാവും. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും അള്ളാഹ് ഒരു കാര്യം പറഞ്ഞോ, അത് ഉണ്ടായി കഴിഞ്ഞൊരു സംഭവമാണ്, അത് എവിടെയോ നിൽക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷെ നമുക്കത് തരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അത്രയും വാല്യൂ നമുക്ക് നാളെ പരലോകത്ത് കിട്ടാണ്ട് റബ്ബിന് വേണ്ടി ചെയ്താല് അത് അത് അള്ളാനെ കാണലാണ് ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ലോകം ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മളെ നഫ്സ് എന്താണ്? സ്വർഗത്തിൽ നിന്ന് വന്നതാണ് അല്ലെ നമ്മളെ നഫ്സ്. പക്ഷെ നമ്മളെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? നമ്മളെ ശരീരം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? മണ്ണ് കൊണ്ട് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വർഗത്തിൽ നിന്ന് വന്ന നഫ്സാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ ശരീരം എന്താണ്? മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിലാണ്? മണ്ണിലാണ് ജോലി ചെയ്യുന്നത് അല്ലെ. മണ്ണിലാണ് നമ്മള് ജീവിതമാർഗത്തിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങുന്നത് എന്താണ്? കൃഷിയിൽ നിന്നാണ്. നമുക്കുള്ള ഭക്ഷണമാണല്ലോ ആദ്യം വേണ്ടത്. അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നത് ഭൂമിയിൽ നിന്നാണ് അത് തന്നത്. അതിനുശേഷമാണ് ഈ ജോലി ഇതൊക്കെ ഇതിന്റെ മുകളിൽ ഫൗണ്ടേഷനിൽ നിന്ന് വന്നതാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഭക്ഷണം എവിടുന്നാണ്? ഭൂമിയിൽ നിന്നാണ്. നമ്മുടെ നഫ്സ് എവിടെ കിടക്കുന്ന നഫ്സാണ്? സ്വർഗത്തിൽ കിടക്കുന്ന നഫ്സാണ് നമ്മുടെ നഫ്സ്. അപ്പം ആ നഫ്സിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയേ മതിയാവൂ ഭൂമിയിലുള്ള വിഭവങ്ങൾ കൊണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൂമിയിലുള്ള വിഭവങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള നഫ്സിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുകയാണ്. അപ്പൊ ആ നഫ്സിന് കൊടുക്കാനുള്ളത് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കണം. അതും പ്യൂർ ആയത് മാത്രം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ആ നഫ്സുമായിട്ട് വേണം നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ. എന്നാലേ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആ നഫ്സ് സ്വർഗത്തിന്റെ വസ്തുവാണ്. അതിനെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വരെ അതിനെ നമ്മൾ പ്യൂറാക്കി കൊണ്ടുപോകണം. ആ പ്യൂറാക്കി കൊണ്ടുപോകാനുള്ളത് എവിടെ നിന്ന് നമുക്ക് കിട്ടും? അത് നോക്കി അത് മാത്രം നമ്മൾ എടുക്കാൻ പരിശ്രമിക്കുക ദുനിയാവില്. ബാക്കിയൊക്കെ ദുനിയാവിന്റെ വിഭവങ്ങൾ മാത്രമാണ്. അതൊക്കെ ഇട്ടിട്ട് പോകും. നഫ്സിനെ നന്നാക്കി നഫ്സിനെ സ്വർഗത്തിലേക്കുള്ള ഒരു വസ്തുവാക്കിയിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് കൊണ്ടു നടക്കണം. അതിനെ അത്രയും പ്യൂറാക്കി നമ്മൾ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും അതിനെ നിങ്ങൾ വാല്യൂ കൊടുക്കാതെ പോകരുത്. ആ വാല്യൂ കൊടുക്കുന്നത് ഇതുപോലുള്ള ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമ്മൾ ആ വാല്യൂ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരികയാണ്. അതിനുള്ള വാല്യൂ നിങ്ങൾ കൊടുക്കണം. ആ വാല്യൂ കൊടുത്തിട്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഫൗണ്ടേഷനും അതിന്റെ ഭാഗമാണ്, ദീനിന്റെ ഭാഗമാണ്. ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം എന്നുള്ളത് മാത്രം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കണം. അല്ലാഹ് മനസ്സിലാക്കാന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഞാൻ നിങ്ങൾക്ക് ശരിയായ രീതിയിലാണ് പറഞ്ഞു തന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ ദീന് പഠിക്കാനും ഇൽമ് നേടാനും അതും നല്ല നല്ല ക്ലാസ്സുകളിൽ. ഇപ്പൊ നൂറ ടീച്ചറിനെ ഞാൻ ഇന്ന് വരെ നൂറ ടീച്ചറിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ രണ്ട് മൂന്നാഴ്ച മുമ്പ് എനിക്ക് വേറൊരാൾ വഴിയാണ്, ഫാത്തിമ ടീച്ചർ വഴിയാണ് എനിക്ക് ഈ നൂറ ടീച്ചറിന്റെ നമ്പർ കിട്ടിയത്. പക്ഷെ ഫസ്റ്റ് ക്ലാസ് എനിക്ക് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ ടീച്ചറിനെ എനിക്ക് കുറെ മുമ്പ് കണ്ടെത്തേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ ടീച്ചറിനെ തന്നെ ഞാൻ ഇത് എടുക്കാൻ, നമ്മുടെ തസ്കിയന്റെ ഫസ്റ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതും. നിങ്ങളെല്ലാവരും ഏറ്റവും നന്നായിട്ട് ഇൽമ് പഠിക്കുക, ഇൽമ് എടുക്കുക. ദുനിയാവിയായ ഇൽമുകളും ഒരിക്കലും പറയുന്നില്ല കേട്ടോ. ഇൽമ് എന്ന് പറയുന്നത് പിന്നെ ദീനിന്റെ മാത്രമാണ് ഇൽമ് എന്നുള്ളത്. ഇൽമ് എന്ന് പറയുന്നത് ദുനിയാവിന്റെ ഇപ്പൊ ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് ദുനിയാവിന് കിട്ടാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, മണ്ണിൽ നിന്ന് എടുക്കാനുള്ളതൊക്കെ നമ്മൾ എടുക്കണം. അതും ഏറ്റവും നല്ല മണ്ണായിരിക്കണം നമ്മൾ കൈകൊണ്ടെടുക്കുന്നത്. കാരണം എന്തിനാണ്? നഫ്സിനെ നമ്മൾ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിന് നേടിയെടുക്കേണ്ടതുണ്ട്. അതെല്ലതും നേടിയെടുക്കണം. എന്നാലോ നഫ്സ് എങ്ങോട്ട് പോകാനുള്ളതാണെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ പോകുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആ നഫ്സിനെ നമ്മൾ എപ്പോഴും പ്യൂറാക്കി വെക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ തിന്മകളൊന്നും മനസ്സിലേക്ക് കൊടുക്കരുത് എന്ന് പറയുന്നത്. അസൂയ, ജലസി, ഇതൊന്നും നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? അതെന്താവും? അത് കറക്കാൻ തുടങ്ങും. അത് കറുപ്പ് കളർ വരും. കാരണം ദുനിയാവെന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജി നഫ്സിലേക്ക് കയറുന്നതോട് കൂടിയിട്ട് അത് കറുക്കാൻ തുടങ്ങും. അതോടുകൂടി എന്താവും? നമ്മളെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ, നാവുകൾ, നമ്മളെ സംസാരം, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ കറുത്ത രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും പ്യൂർ ആക്കി കൊണ്ടു നടക്കണം. നിങ്ങൾ ഒരിക്കലും നഫ്സിൽക്ക് നിങ്ങളെ തിന്മ കൊടുക്കുകയേ ചെയ്യരുത്. ഭൂമിയിലുള്ളതാണ് ഇതൊക്കെ. ഭൂമിയിലെ മണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ പെട്ടതാണ് ഇതൊക്കെ, ഈ തിന്മകളൊക്കെ. അപ്പൊ നിങ്ങൾ ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ എന്തെടുക്കുക? ഏറ്റവും നല്ലത് നോക്കിയിട്ട് മാത്രം എടുക്കുക. ആ നല്ലതിലേക്ക് മാത്രം നിങ്ങൾ കൈ പോകാൻ പാടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ദുനിയാവിൽ ഇട്ടിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അതൊന്നും നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് എത്തൂല. കാരണം എന്താ? സ്വർഗത്തില് നമുക്ക് മലമൂത്ര വിസർജനം പോലും ഇല്ല അല്ലെ. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? കാരണം അവിടെ നന്മ മാത്രമേ നിൽക്കുള്ളൂ. നമ്മളെ വാപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പഴത്തിലേക്ക് തൊടരുത് എന്ന് പറഞ്ഞു. അത് കേൾക്കാതെ ഒന്ന് തൊട്ടതിന്റെ പേരിൽ അപ്പൊ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു അല്ലെ, സ്വർഗത്തിൽ നിന്ന് അപ്പ ഔട്ടായില്ലേ. കാരണം തിന്മ അവിടെ ഇല്ല. തിന്മ എന്ന് പറഞ്ഞൊരു സംഭവം സ്വർഗത്തിലില്ല. അപ്പൊ ആ തിന്മ നമ്മുടെ ഉള്ളിൽ ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കിക്കൊണ്ടേയിരിക്കണം നമ്മുടെ നഫ്സിനെ. ഇല്ല, എന്റെ നഫ്സ് അതിനുള്ളതല്ല, എന്റെ നഫ്സ് സ്വർഗത്തിൽക്കുള്ളതാണ്. ഇത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരണം. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അടുത്ത് സംഭവിക്കാതിരിക്കൂല, നമ്മളൊരു മനുഷ്യരാണ്, എന്തെങ്കിലുമൊക്കെ തിന്മകൾ. പക്ഷെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ നഫ്സിനെ ശരിയാക്കിയിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകാൻ. കാരണം എന്താ, ഇത് നമ്മൾ ആ ഫിത്രത്തിലാണ് നമ്മൾ ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ നഫ്സ് എവിടേക്കുണ്ട് പോകേണ്ടതാണ്? സ്വർഗത്തിലേക്ക് പോകേണ്ടതാണ്. മലക്കുകൾ വന്ന് എടുക്കുമ്പം തിന്മേന്റെ മലക്കും വരും, നന്മന്റെ മലക്കും വരും. ഏത് മലക്കിനെ നമ്മുടെ നഫ്സിനെ എടുക്കണം എന്നുള്ളത് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. ഏത് നഫ്സാണ് എന്റെ 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 നഫ്സിനെ ആരാ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ തീരുമാനിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇത് എല്ലാ രാത്രി നിങ്ങളുടെ ഉള്ളിൽ വേണം, എന്റെ നഫ്സ് എവിടേക്കുള്ള നഫ്സാണെന്ന്. അപ്പൊ നമുക്ക് ആരോടെങ്കിലും പൊരുത്തപ്പെടിക്കണം എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ അള്ളഹാനോട് പൊറുക്കലിനെ ചോദിക്കും, എന്നിട്ടേ ഉറങ്ങുള്ളൂ. കാരണം എന്റെ നഫ്സിനെ ഞാൻ പ്യൂർ ആക്കിയിട്ടായിരിക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നത്. ഇത് ഉള്ളിൽ എപ്പോഴും വേണം. എല്ലാവരും ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ദീന് പഠിക്കുക. എവിടെ നിന്നാണെങ്കിലും ഏത് 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 സ്ഥലത്ത് നിന്ന് പഠിക്കുന്നു എന്നുള്ളതല്ല കാര്യം, റബ്ബ് അത് ഇന്ത്യയിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. എന്നിൽ നിന്ന് എന്റെ റബ്ബ് അത് സ്വീകരിക്കൂലേ, എന്റെ റബ്ബിന് അത് തൃപ്തിപ്പെട്ടിട്ടില്ലേ, ഇത് മാത്രമേ നിങ്ങൾ നോക്കേണ്ടതുള്ളൂ. എന്നിട്ട് നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ ആ കുട്ടിനെ കളവ് പഠിപ്പിച്ച ഒരു ടീച്ചർ ആവാൻ ഒരാളും പാടില്ല. ഒരാളുടെ ഉള്ളിലും അത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ. നമുക്കറിയാം ടീച്ചേഴ്സിന്റെ കഴിവുകളും കുറവുകളും നമുക്കറിയാം. അപ്പൊ നമ്മൾ അത് കൊടുക്കാൻ ശ്രമിക്കുമ്പം അവർക്ക് 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 ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെപ്പോഴും അലിഫ് ബാത്ത പഠിപ്പിക്കുക, ABCD പഠിപ്പിക്കാൻ കൊണ്ടുവന്നിരുത്ത്, ഞങ്ങൾ ആ ലെവലിലല്ല ഇരിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ചിന്ത വരാൻ പാടില്ല. നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത് തുടങ്ങിയത് പോലും എൻ്റെ സമൂഹത്തിൽ എൻ്റെ പ്രായമായ ഉമ്മമാർ ഒരുപാടുണ്ട് ഇതിൽ. അപ്പൊ അവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. അന്ന് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നുമില്ല, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനാണ് ഫസ്റ്റ് തുടങ്ങിയതെന്ന്. അത്രയും ആ സമയത്ത് വാട്സപ്പ് തുടങ്ങിയ സമയത്ത് തുടങ്ങിയത്. അന്നൊന്നും ആരും ഇങ്ങനത്തെ ഇതൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ അന്ന് മുതലുള്ള നെയ്യത്ത് അതാണ്, ഇന്നും ആ നെയ്യത്തിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പം, ടീച്ചേഴ്സിനെ പഠിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ മനസ്സിൽ എന്റെ കുട്ടികൾ തിന്മ പഠിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അപ്പൊ നിങ്ങളത് പഠിക്കുക, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുക. പുറത്തു നിന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ. ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന്, നാവിൽ നിന്ന് ജാഹിലിയത്ത് വരാൻ പാടില്ല. എല്ലാവരും ജാഹിലിയത്തിൽ നിന്നവരാണ്. ആരും വിചാരിക്കേണ്ട ഞാനൊരു വലിയ സംഭവമായിട്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അല്ലല്ല, അതൊക്കെ വന്നത് ഇപ്പൊ 10-15 കൊല്ലമായിട്ടുള്ളൂ. ഞാനൊക്കെ ദീനിന്റെ മാർഗത്തിൽ അത്രയും ഇൻവോൾവ് ആയിട്ട് വന്നത്. അതുവരെയൊക്കെ ജാഹിലിയത്ത്, ഇപ്പോഴും ചിലപ്പോൾ ജാഹിലിയത്തിന്റെ വാക്കുകളും മനസ്സിലൊക്കെ വരുമായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കണം. നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചത്. നമ്മൾ വൃത്തിയാവണം, നമ്മൾ നീറ്റാവാൻ വേണ്ടി, നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചതാണ്. വാപ്പാനെ ഭൂമിയിലേക്ക് അയച്ചതുപോലെ തന്നെ ആ വാപ്പാന്റെ മക്കളാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടാവും, ആ തിന്മനെ നീക്കി കളയാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിലേക്ക് അയച്ചത്. അതൊരു ടെസ്റ്റിംഗ് ഏരിയ ആണ് ഇത്. ആ ടെസ്റ്റിംഗ് ഏരിയയിൽ വിജയിക്കുക, സമയത്ത് നഷ്ടപ്പെടുത്തരുത്. എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആരും പറയണ്ട എനിക്ക് സമയമില്ല. എല്ലാവരുടെയും ദുനിയാവില് ഈ സമയം തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഈ സമയം തന്നെ ഉള്ളൂ. എനിക്ക് കിട്ടിയ സമയവും നിങ്ങൾക്ക് കിട്ടിയ സമയം ഒക്കെ തുല്യമാണ്. പക്ഷെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു പഞ്ഞി വെച്ചിട്ട് ഒരു റൂം മുഴുവൻ നിറച്ച ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരാൾക്ക് 100 രൂപ കൊടുത്തു. 100 രൂപ കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, നീ അതുകൊണ്ട് 3 ആൾക്കാർക്ക് കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലുത് ചെയ്തോളുന്നു. 100 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലുത് നിങ്ങൾ ചെയ്തോളുന്നു. അപ്പൊ ഒരാൾ എന്ത് ചെയ്ത്, ആ 100 റുപ്യ കൊടുത്തിട്ട് ആ റൂം നിറയെ പഞ്ഞി വാങ്ങിച്ച് നിറച്ചു. പഞ്ഞിയിൽ നിറച്ചു. വേറെ ആൾ എന്ത് ചെയ്തു, ആ റൂം മുഴുവനും പടക്കം വെച്ചിട്ട് പടക്കം കൊണ്ട് നിറച്ചു. ഒരാൾ എന്ത് ചെയ്തു, ഒരു വിളക്കും വാങ്ങിച്ചു, ഒരു തീപ്പെട്ടി വാങ്ങിച്ചു. എന്നിട്ട് ആ വിളക്കില് തീപ്പെട്ടി വരുത്തിയിട്ട് ആ റൂമിൽ വെച്ചു. അയാൾ ചെയ്ത പ്രവൃത്തിയാണ്
ബാക്കിയുള്ള ആ രണ്ടാളുകൾ ചെയ്ത പ്രവൃത്തിയെക്കാളും ഉയരത്തിലെത്തിയത് അല്ലേ? ആ റൂം മുഴുവൻ എന്തായി? വെളിച്ചമായി. അയാൾ ചെലവാക്കിയ പൈസ 1 രൂപയാണ് ചെലവാക്കിയത്. ബാക്കി 99 രൂപ തിരിച്ചു കൊടുത്തു അയാൾ. ഓക്കെ. അയാൾ 1 രൂപയെ ചെലവാക്കിയിട്ടുള്ളൂ. പക്ഷെ ആ 100 രൂപ ചെലവാക്കിയതിന് വാല്യൂ ആണോ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ടാവുക? അത് ആ 1 രൂപ ചെലവാക്കിയ ആളുടെ പ്രവൃത്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ടാവുക. അതാണ് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ അമല്. നിങ്ങൾ ആ വെളിച്ചം കൊടുക്കുന്ന ഉമ്മത്തുകളാവണം. എല്ലാവർക്കും വെളിച്ചം നമ്മളിൽ നിന്ന് പ്രകാശമായിരിക്കണം പുറത്തു വരുന്നത്. ആ പ്രകാശത്തിലേക്കായിരിക്കണം നമ്മൾ വിളിക്കുന്നത്. അതിന് ഭയങ്കരമായിട്ട് ചെലവഴിക്കൊന്നും വേണ്ട. ഒരു പുഞ്ചിരി ആയാലും അത് പ്രകാശം തന്നെയാണ്. ആ പ്രകാശം മനസ്സും അതുപോലെ നല്ലതാക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ദുനിയാവിയായ വസ്തുക്കൾ കൊണ്ട് നിങ്ങൾ അതിനെ വാല്യൂ ചെയ്യരുത്. പൈസ കൊണ്ട് അതൊക്കെ ദുനിയാവില് ഓരോ കാലഘട്ടത്തില് ഞാനൊരു കഥ പറഞ്ഞുതരാം. എന്റെ കുടുംബത്തിൽ ഉണ്ടായതാണ്. പണ്ടത്തെ ജന്മിമാരാണ്. അപ്പം അവര് അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അവരുണ്ടാക്കി വെച്ച കുറെ പൈസകൾ ഉണ്ടാവുമല്ലോ, നാണയങ്ങള്. അന്നത്തെ നാണയങ്ങളാണ്. അപ്പം ആ നാണയങ്ങൾ അവരുടെ തലമുറ കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ നോർമൽ ആയിട്ടുള്ള കാലഘട്ടത്തിലേക്ക് എത്തി. അപ്പം ആ തറവാട് പൊളിച്ചതാണ്. ഓക്കെ. ആ തറവാട് പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന്, ആ നിലവറയിൽ നിന്ന് പിന്നെ പണിക്കാര് വലിയ വലിയ മുറത്തില് ഒന്നായിട്ട് പൈസകള്, അതായത് നാണയങ്ങള് ഒന്നായിട്ട് നിലവറയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന് പുറത്തു കൊണ്ടിട്ട് ഈ തെങ്ങിൻ ചോട്ടിലേക്ക് കൊട്ടുകയാണ്. എന്താ കാരണം? അന്നത്തെ കാലഘട്ടത്തിൽ ആ പൈസ ഒരു 100 കൊല്ലം കഴിഞ്ഞതോട് കൂടിയിട്ട് ആ പൈസക്ക് വാല്യൂ ഇല്ലാതായി. അവരന്ന് അത്രയും പ്രീഷ്യസ് ആയിട്ട് അവരെടുത്തു വെച്ച നാണയങ്ങളായിരിക്കും അത്, അല്ലെ? നിലവറയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ എന്റെ ചെറുപ്പത്തിലാണത്. അപ്പൊ തെങ്ങിൻ ചോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വാല്യൂ ഇല്ല. 100 കൊല്ലം കഴിഞ്ഞതോട് കൂടിയിട്ട് ആ പൈസക്ക് വാല്യൂ ഇല്ലാതായി. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന വാല്യൂ നാളെ 100 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ മക്കൾ എത്തുമ്പോൾ അതായിരിക്കില്ല വാല്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പണത്തിന് നിങ്ങൾ വാല്യൂ കൊടുക്കരുത്. അത് ഓരോ ആളുകളിൽ നിന്ന് മറിഞ്ഞു പോകേണ്ട വസ്തുക്കളാണ്. അതൊരിക്കലും ദുനിയാവില് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാല് ഞാൻ വെച്ച പൈസ അതിങ്ങനെ കൈമാറി പോവുകയാണ്. ഒരിക്കലും എന്റെ ഖബറിലേക്ക് അത് എത്തുന്നില്ല. നമ്മൾ ചെലവഴിച്ചത്, നമ്മൾ ചെയ്ത അമലുകൾ, അത് മാത്രമേ നമ്മുടെ കൂടെ വരുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? കൈമാറി പോകേണ്ട കാര്യങ്ങളാണ്. അതിന് 100 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എടുത്തു വെച്ച 500 രൂപ, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ 500 രൂപന്റെ വാല്യൂ എത്ര ഉണ്ടായിരുന്നു അതിന്റെ നോട്ട് നിരോധനം വന്നതോട് കൂടിയിട്ട്. അപ്പം അത് വാല്യൂ ഇല്ലാത്തൊരു വെറും കടലാസുമായിട്ട് മാറുകയാണത്. അത്രയും പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ വസ്തുക്കള് ഒരു കടലാസിന്റെ രൂപത്തിലേക്ക് അത് മാറുകയാണ്. അപ്പം നമ്മളെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ നെയ്യത്ത് എന്താണെന്നുള്ളത് തീരുമാനിക്കുക. ആ നെയ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ആ നെയ്യത്ത് നന്നാക്കുക. ഏറ്റവും ഉയരത്തിലുള്ള നെയ്യത്താക്കുക. ഇന്നമഅൽ ഉസ്രി യുസ്ര. അതായത് ഒരു പ്രയാസത്തിന്റെ കൂടെയാണ് ഒരു അനുഗ്രഹം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹമായിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത്. അല്ലാതെ ഈ പ്രയാസത്തിൽ കിടന്നിട്ട് നിങ്ങളിങ്ങനെ ആ പ്രയാസത്തിനെ നിങ്ങൾ വലുതായി കാണരുത്. വരാൻ പോകുന്ന അനുഗ്രഹത്തിനെ നിങ്ങൾ ഉയർത്തി കാണുക. നമുക്ക് കിട്ടാൻ പോകുന്ന അമലിനെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ ഉയർന്നു കാണുകയും ദുനിയാവിനെ നിങ്ങൾ ചെറുതായി കാണുകയും ചെയ്യുക. എന്ന് വിചാരിച്ച് ദുനിയാവിലെ വസ്തുക്കള് നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണത്തിനായാലും എല്ലാത്തിനും ആവശ്യമുള്ളതാണ്. പക്ഷെ അതിന് ആ ഒരു വാല്യൂ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് അതിനു വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അല്ലാതെ നാളെ പരലോകത്തേക്ക് നമ്മൾ അമലാണുള്ളത്. ആ അമലിനെ നെയ്യത്ത് നന്നാക്കുക. ആ നെയ്യത്ത് ഏറ്റവും പ്യുവറാക്കി വെക്കുക. ഓക്കെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു ബാരിക്. ആർക്കും ബോറടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഏറ്റവും ഹൈറായ രീതിയിൽ ദീന് പഠിക്കുകയും ഇൽമെടുക്കുകയും ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് അവസാനിക്കും. ഓക്കെ. നാക്കിരന്റെ വട്ടം എടുത്തുണ്ട. ഇത്രയും ചോറിനിട്ട് ഈ കോഴ്സിന്റെ ഫീ എങ്ങനെയാണ്? ഫീസും കാര്യങ്ങളും പറഞ്ഞുതരാം. പിന്നെ ഫീസിന്റെ കാര്യം നമ്മൾ പുതിയ ക്ലാസ് റൂം സ്റ്റാർട്ട് ആയിട്ടില്ല. അഡ്മിഷൻ ഗ്രൂപ്പ് ഉണ്ട്. വേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു ക്ലാസ് റൂം എന്തിനാ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖായിദ നൂറാനിയ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ ഇതിലുണ്ട്. അപ്പം അവരിത് വലിച്ചു നീട്ടി കൊണ്ടുപോകുകയാണോ എന്നൊരു സംശയം. നമ്മൾ ഖായിദ നൂറാനിയ 3 മാസത്തെ കോഴ്സാണ് വെച്ചിട്ടുള്ളത്. ആ 3 മാസം വേണം ഇത് പഠിക്കാൻ.
അപ്പം അത് വെച്ചപ്പം അവർക്കൊരു സംശയം, ഞങ്ങളിത് പിന്നെ മനഃപൂർവ്വം നീട്ടിവലിച്ച് കൊണ്ടുപോവുകയാണെന്ന്. കാരണം ഫീസ് എന്ന് പറയുന്നത് മാസം 800 രൂപയാണ് ഫീസ് ഉള്ളത്. ഓക്കെ, 3 മാസത്തിന് 2400 രൂപ വരും. ഓക്കെ, അപ്പം അവർ വിചാരിക്കുന്നത് ഇത് നീട്ടിവലിച്ച് കൊണ്ടുപോകണം. നിങ്ങളിപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ 500 രൂപ ഉള്ള ഫീസുള്ള തജ്വീദ് മാത്രം പഠിപ്പിക്കുന്ന കോഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ആ പഠിക്കുന്ന 500 രൂപ കൊടുത്തിട്ട് പഠിക്കുന്ന 2 വർഷം പഠിക്കുന്നതുണ്ടല്ലോ, ഈ 800 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതാണ് ഖായിദ നൂറാനിയ വെച്ച് ബുക്ക് വെച്ചിട്ട് നമ്മൾ പഠിക്കുമ്പോഴുള്ള ഗുണം. പക്ഷെ അത് പലപ്പോഴും ഒരു പലരും മാസം ഈ 3 മാസം 800 രൂപ വെച്ച് കൊടുക്കണോ ടീച്ചറെ? അതെ, പ്രയാസമുള്ളവർക്ക് വേണ്ട, പ്രയാസമുള്ളവര് അത് അറിയിച്ചാൽ മതി, ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി. അല്ലാത്തവര് അടക്കുന്നത് ആണ് നല്ലത്. ഹൈർ അതാണ്. എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എന്നുവെച്ചാ ആഗ്രഹമുണ്ട്, ഖുറാൻ പഠിക്കണ്ട്, പഠിച്ചു തുടങ്ങണ്ട്, ദീനിലോട്ട് വന്നതാണേ. അപ്പൊ നിങ്ങൾ അറിയിച്ചാൽ ഖുറാൻ മതി, പഠിച്ചു ഗ്രൂപ്പിൽ തുടങ്ങണ്ട്, അറിയിച്ചാൽ മതി. പക്ഷെ തെറ്റുകളുണ്ട് ഇപ്പോഴും. നിങ്ങളെ ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി. അഡ്മിഷൻ ഗ്രൂപ്പില് അഡ്മിൻസ് ഉണ്ടാവും, അവരെ അറിയിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ആവാൻ ഇനി ടൈം എടുക്കുമായിരിക്കും അല്ലേ? ഇല്ല, നമ്മള് ക്ലാസ് ഇപ്പം പിന്നെ നമ്മള് ഫ്രീ കോഴ്സ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ആവും. ക്ലാസ് ഇപ്പൊ ഒക്ടോബർ അല്ലേ, നവംബർ 1 ഒക്ടോബർ 15th ആയല്ലോ, നവംബർ 1 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ആവും. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ടീച്ചേഴ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്. ടീച്ചേഴ്സിന്റെ അപ്പൊ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിയുന്നുണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചേഴ്സ് അവൈലബിൾ ആവും. അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരോടും പഠിക്കാനും പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് സഹോദരിമാർക്ക് ചാൻസുകൾ ഉണ്ട്, ജീവിതമാർഗമായി കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം കേട്ടോ. ഒരു മാസമാണ് 800 റുപ്യ, ഒരു മാസത്തെ ഫീസാണ് 800. അതെ. നമ്മള് ഫ്രീ കോഴ്സ് പഠിക്കുന്ന തന്നെ 6 ഡേയ്സും ക്ലാസ് ആയിരിക്കും അല്ലെ? അങ്ങനെയാണോ? അല്ലെങ്കിൽ വീക്ക്ലി 3 ഡേയ്സ്? 5 ഡേയ്സ്, തിങ്കൾ മുതൽ വെള്ളി വരെ. അത് ടൈം എങ്ങനെ വരാ? അത് ഏത് സമയം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട സമയം പറഞ്ഞാൽ മതി. ആ സമയത്തേക്ക് ഒരു ബാച്ച് ഉണ്ടാവും. നമുക്ക് രാവിലെ 4 മണി മുതലുള്ള ബാച്ചുകൾ ഉണ്ട്. അപ്പൊ ഏത് ബാച്ചുകൾക്കാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാല് രാത്രി 8 മണി വരെ 8:30 വരെ ബാച്ച് ഉണ്ട്. അതിൽ ഏതാ വേണ്ടത്? ഏത് ടൈം മുതല്? രാവിലെ 4 മണി മുതൽ രാത്രി 8:30 വരെ. അതിൽ 6-7 ടൈമുകൾ ഉണ്ട്. അതിൽ ഏതാ വേണ്ടത് വെച്ചാൽ പറഞ്ഞാൽ മതി. ഒരു മണിക്കൂറാണോ ക്ലാസ്? 1 മണിക്കൂറായിരിക്കും. ക്ലാസ് റൂമിൽ 7-8 കുട്ടികളുണ്ടാവും. മാക്സിമം 10 കുട്ടികളുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം. മുഅല്ലിമ, ഞാൻ ഇതില് ഖായിദ നൂറാനിയ പഠിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഈ ഇജാസ കിട്ടുന്ന ഇത് പറഞ്ഞില്ല, അത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ പറഞ്ഞത്? ഞാനിപ്പോ ഇതിലെ സ്റ്റുഡന്റ് ആണ്, ഖായിദ നൂറാനിയിലെ. അതെ. 15 ബാച്ചിലുള്ള. അപ്പൊ ഇനി ഇപ്പൊ 100 അലി പറഞ്ഞില്ലേ ഇജാസ കിട്ടുന്ന, അതിനെന്ത് ചെയ്യണം? അത് പിന്നെ എനിക്കും അറിയില്ല. അവർ പറഞ്ഞപ്പോഴാണ് ഞാനും കേൾക്കുന്നത്. അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാം. അവരുടെ അടുത്ത് എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടേരാം കേട്ടോ. ഇതിൽ ഇജാസ ഉണ്ടാവും? ഇവിടെ ഇജാസ കൊടുക്കുന്നില്ല, അവര് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് മാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇജാസ നമ്മക്കല്ലാതെ ഈ ഫുർഖാൻ സെന്റർ പറഞ്ഞല്ലോ, ഒന്നുകിൽ നമ്മൾ അവിടുന്ന് നേരിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഈ ഫുർഖാൻ സർട്ടിഫൈഡ് ടീച്ചേഴ്സ് ഉണ്ടാവും, അവരെടുത്തുനിന്ന് ഖായിദ പഠിക്കണം. അങ്ങനെയാണ് നമുക്ക് അതിനുള്ള ഇജാസ കിട്ടാട്ടോ. അങ്ങനെ പഠിക്കാനുള്ള അതൊന്ന് പറഞ്ഞു തരുമോ? അത് ഏതിലാ ചേരേണ്ടത്? എങ്ങനെയാണ് അത് ഈ ഫുർഖാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാ പഠിക്കാൻ? ഫുർഖാനിൽ കയറണമെങ്കിലും അതിലും കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. അതും കറക്റ്റ് എനിക്കറിയാം, ഞാനും അത് ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാവർക്കും അതിൽ അവസരം ഇല്ല എന്നുള്ളതാണ്. അത് എങ്ങനെയാന്നൊന്ന് അറിഞ്ഞിട്ട് പറഞ്ഞു തരണേ. എങ്ങനെ നൂറുൽ ഖുറാനിലെ ഇജാസ കൊടുക്കുന്നുണ്ടല്ലോ, നൂറുൽ ഖുറാന്
അത് ഫുർഖാൻ സർട്ടിഫൈഡ് ടീച്ചേഴ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും. അതില് നൂറ അതായത് ടീച്ചറാണ് ഇപ്പൊ സംസാരിച്ചേ. നൂറ മാം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല നൂറ മാം ഉണ്ട്. നൂറ നൂറ മാം മാം അല്ല അല്ല, അത് അല്ല വേറെയാണ്, അത് ഖദീജയാണ്. അത് വേറെയാണ്. ആണോ? അല്ല, അവിടെ ഒരു നൂറ മാം ഉണ്ട്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റില് തജ്വീദിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതാണ്. അതിൽ ഇത് തന്നെ ഖദീജ ജസരി. നൂറല്ലേ? അതെ, ഖദീജ നൂറ. ഇത് അത് നൂറ ഈ മാം. മാം അല്ല. അല്ലല്ലേ? ഓക്കെ. അല്ല അപ്പൊ ഇത് വേറെ ഇതാണ്. അതെ. അതിൽ നമുക്ക് കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഫുർഖാൻ അത് ആ ഒരു ഇത് പാസ്സാവാന്ന് പറഞ്ഞാല് അത് ശരിക്കും ഒരു കടമ്പ തന്നെയാണ്. നമ്മൾ അത് അത്രയും കുറച്ച് പെർഫെക്റ്റ് ബുദ്ധിമുട്ടാണ്. ആണെന്നുണ്ടെങ്കിലാണ്. അതെ അതിൽ പാസ്സാവാൻ പറ്റുള്ളൂ, അല്ലെ ഫെയിൽ അതെ ആവും. അതെ അത് അതെ അതെ. അതൊന്ന് ചേരണം വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞു തരണേ എങ്ങനെ ചേരണ്ടേ? അതിൽ ഇൻഷാ അല്ലാ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം മണ കേട്ടോ. അയച്ചുതരാം. അതില് ഇൻഷാ. അതിന്റെ ഇതുണ്ട്, എൻ്റെ അടുത്ത് ലിങ്ക് എന്റെ കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. എവിടെയാണ്? ഇതിന് ഓ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ? ഫുർഖാന്റെ ഇല്ല, ഇത് അതില് ലിങ്ക് ഉണ്ടോ? പ്രശ്നമില്ല. ഇല്ല, പ്രായപരിധി ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പഠിക്കാം. നമ്മളെ സ്കൂൾ മദ്രസില് 6 വയസ്സുള്ള കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാ നമുക്ക് നിർത്താം അല്ലേ? ഇൻഷാ അല്ലാ. ഇതില് പിന്നെ ഈ അഡ്മിഷൻ ഗ്രൂപ്പിന്റെ ലിങ്ക് മുകളിൽ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ആവണമെങ്കിൽ ജോയിൻ ആവാട്ടോ. എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവും ഇതില്. എക്സാം ഉണ്ടാവും. സർട്ടിഫൈഡ് ആണ്. സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഉണ്ട്. കാരണം നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള ആ ക്വാളിറ്റിയിലേ വിടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആക്കും. ഇതിന്റെ ലിങ്ക് ഇപ്പം ചേരാനുള്ള ലിങ്ക് ഇടുവോ? അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് ജോയിൻ ചെയ്താല് നമുക്ക് തുടങ്ങുന്നത്. അതെ അതെ. ഈ 3 month കോഴ്സിന്റെ ലിങ്ക് ഇട്ടത്? അതെ അതെ. അത് ഏത് മാസം? നവംബറിലായിരിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ അഡ്മിഷൻ എടുക്കും, നവംബറിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണേ, ഇവിടെ തന്നെ ജോയിൻ ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോയിൻ ആവാം, എവിടെ വേണമെങ്കിലും പഠിക്കാം. ദീന് പഠിക്കുന്നതിന് ഇത് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ ക്ലാസ് വെച്ചതും. ഈ തസ്കിയ ക്ലാസ് വെച്ചത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതിന്റെ ഇടയിൽ ഈ ഒരു സബ്ജക്ട് വന്നു എന്ന് മാത്രം. ഞാനിത് ഈ സബ്ജക്റ്റിലേക്ക് വന്നതല്ല. കാരണം നൂറ ടീച്ചർ പറഞ്ഞു ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് ഞാനത് അതിനെ ഫോളോ ചെയ്തു എന്ന് മാത്രം. ഞാനത് പറയണമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ വെച്ചായിരുന്നെങ്കിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് റൂം ആയിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ രീതിയിലായിരുന്നു ഇത് പ്രസന്റ് ചെയ്യുക. പക്ഷെ ഇതൊരിക്കലും അങ്ങനെയല്ല. സായിദ നൂറാനിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നീയത്ത് തെറ്റിപ്പോവാൻ പാടില്ലല്ലോ. ഇത് ഞാൻ ഗ്രൂപ്പിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടല്ല ഇത് വെച്ചത്. നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള പല സ്റ്റുഡൻസിനും ഇതിന്റെ ഒരു ഇൻഫർമേഷൻ അറിയാത്തത് കൊണ്ട് ആ ഇൻഫർമേഷൻ പറഞ്ഞു തന്നു എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തിരട്ടെ. ഒരിക്കലും ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അഡ്മിഷന് വേണ്ടിയിട്ടല്ല ഞാൻ തസ്കിയ ക്ലാസ് വെച്ചത്. അതൊരു ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വെച്ചൊരു ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിലേക്ക് വന്നത് കൊണ്ട് മാത്രം അത് അങ്ങനെ കണ്ടിന്യൂ ആയി പോയി എന്ന് മാത്രമാണ്. അസ്തഗ്ഫിറുല്ലാ. അപ്പം അതൊന്ന് എല്ലാവരുടെ അടുത്തും ഇൻഫോം ചെയ്തതാണ് കേട്ടോ. ഇൻഷാ അല്ലാ. ഓക്കെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു മുബാരിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതൂബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബി റഹ്മാ കമാ റബ്ബയാനി സഗീറാ. റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ. യാ ഗനിയല്ലാഹ് ഗനി ബിഫദ്ലിക മൻ സിവാക റബ്ബി അൻസിൽനി മുൻസിൽ മുബാറക് അൻത ഖൈറുൽ മുൻസിലിൻ. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا.
സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ അഗ്ഫിർലി വർഹംനി വജ്ബർനി വർഫഅനി വർസുഖ്നി വഅദ്നി വഅഫിനി ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى اللهم إنا نسألك جنات الفردوس الأعلى. ربي أنزلني منزل مبارك أنت خير منزلين اللهم يسر ولا تؤثر وتمم الخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا آمين يا رب العالمين. الحمد لله الحمد لله الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. الحمد لله رب العالمين. اللهم صل وسلم على نبينا محمد. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله വബറകാതുഹു. وبركاته. وعليكم